നീ എവിടെയെങ്കിലും പരസ്യമായി ലജ്ജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പകൽ പറയുകയാണ്, ആ ശുഭഭാവിക്കകത്ത് ദൈവം നിന്നെ കയറ്റിയിട്ട് ആ പരസ്യമായി ലജ്ജകളെ ദൈവം എടുത്തു മാറ്റും. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിർത്തുന്നത് ദൈവവചനമാണ്. Something which is going to accompany us in this entire life of a spiritual journey is the scripture. അതുകൊണ്ട് തന്നെ ഈ വചനത്തെ ഇല്ലാതാക്കുവാൻ എത്രയോ കാലങ്ങളായി പിശാച് പദ്ധതികൾ ഒരുക്കിയിട്ടും ഇന്നും ദൈവവചനം കേൾക്കുന്ന, വിശ്വസിക്കുന്ന, മനസ്സിലാക്കുന്ന ജനത്തിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. That is one of the reasons why for this ages, even though there's many times plans have been set aside to destroy the scripture, but it's keep on increasing and flourishing. ഈ ദൈവവചനത്തിന് ബന്ധനമില്ല. There is no bondage for the scripture. ദൈവവചനത്തെ പിടിച്ചു നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. There is no power which can restrict the power of the scripture. അത് സഞ്ചരിക്കേണ്ട എല്ലാ ഇടങ്ങളിലും അത് സഞ്ചരിച്ചിരിക്കും. The way that the word has to travel, it would definitely accomplish its journey. നിങ്ങൾ ഇത്രയേറെ പേർ ഇവിടെയുണ്ട്. ഒരാളുടെ വിഷയമല്ല മറ്റൊരാളുടെ വിഷയം. പക്ഷെ എല്ലായിടത്തും ഈ ഒരൊറ്റ വചനം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. Even though we are all different and we go through different situations, but one scripture is sufficient to meet all our requirements. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന സമയത്ത് വേറെ പല ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ പിശാച് നിരന്തരം നിങ്ങളോട് എതിർത്തുകൊണ്ടിരിക്കും. And that is why whenever you're hearing the scripture, there's lots of other things which comes into your mind to deviate. എന്നാൽ വചനം പറയുന്നു, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. But the scripture says you resist the devil and he'll flee. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേട്ടാൽ മതി. ഈ വചനം നിന്നോട് എതിർത്ത് നിൽക്കുന്ന പിശാചിനെ ഓടിച്ചു കളയും. And so if you're just listening to the scripture, this is going to definitely help you resist the devil. നിങ്ങൾ പിശാചിനെ ഓടിക്കാൻ വേണ്ടി പ്രത്യേക പുറപ്പാടൊന്നും വേണ്ട. പക്ഷേ ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വചനം നിങ്ങളെ സ്വസ്ഥരാക്കി മാറ്റും. You don't have to put an effort to just chase away the devil, but if you just listen to the scripture, that will give you the empowerment. വിതക്കാരന്റെ ഉപമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ അവസ്ഥകൾ ഓരോന്നും വഴിയരികിൽ വീണതും പാറമേൽ വീണതും മുള്ളിനിടയിൽ വീണതും നല്ല നിലത്ത് വീണതുമായ ഈ വചനത്തിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിവിധ സാഹചര്യങ്ങളാണ്. As we are talking about and we know about the seed and the harvest and how it has been sowed, we have been knowing about the different places how the scripture is being captured by many things. ഒരൊറ്റ മനുഷ്യനിൽ തന്നെയുള്ള ആ വിവിധങ്ങളായ സാഹചര്യങ്ങളാണ് ഇത് എല്ലാം എന്ന് പറയുന്നത്. All the situations that Jesus was teaching in the parable was about the different situations. എന്നാൽ ഒരേ ഇടത്തു മാത്രം വീഴുന്ന വചനമാണ് 100, 60, 30 മേനി വിളയിക്കുന്ന വിളവായി മാറും. But the seed of scripture, if it is being sowed in the right place, it's going to give you a greater harvest. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ കേൾക്കുക. ആ വചനത്തോട് നിങ്ങൾ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ആ വചനത്തെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. As you respond to scripture, as you listen and as you reciprocate it, it's going to give you the yield. ആ വചനം നിങ്ങൾക്കൊരു അത്ഭുതമായി മാറും. And that scripture might turn into a miracle for you. ഹല്ലേലൂയ. ഒരു മനുഷ്യനും അങ്ങനത്തെയുള്ള സൂപ്പർമാൻ അല്ല. പക്ഷേ വചനം നിങ്ങളെ വിടുവിച്ചുകൊണ്ടിരിക്കും. വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. വചനം നിങ്ങളെ സ്വസ്ഥരാക്കും. വചനം നിങ്ങളെ സൗഖ്യമാക്കും. വചനം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നുകൊണ്ടേയിരിക്കും. There is no man who is super powerful, but the scripture can do everything for you, set you free, deliver you, heal you, and meet all your requirements. വചനം കേൾക്കാനുള്ള മനുഷ്യന്റെ ദാഹം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയിലുള്ള മിഷൻ ഫീൽഡുകളിൽ സന്ദർശിക്കുന്ന സമയത്ത് സ്തോത്രം, വചനം സംസാരിക്കുന്നത് ഒരു വീടിനകത്ത് സംസാരിക്കാനുള്ള വീടിൻ്റെ ഹാള്, അതിൻ്റെ സ്റ്റെയർ കേസ്, അതിന് ഇനി എവിടെയെങ്കിലും ഇരിക്കാൻ ഇടമുണ്ടോ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. പ്രസംഗിക്കാൻ നിൽക്കേണ്ട സ്ഥലത്തേക്ക് ഞാൻ ആ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു തന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. There was a place where I went to minister in the North India, and there was not even enough room for people to sit, and that was the eager that people had towards listening to the scripture. അവരെല്ലാം കൂടെ എടുത്തുകൊണ്ടോ എന്നെ അവിടെ നിർത്തിയത്. And maybe they had to just lift me up and then bring me down to the കഫർന്നഹൂമിലെ അതേ അനുഭവം തന്നെ ഞാൻ നേരിട്ട് കാണുകയാണ്. I was just seeing how it was happening in the city of Capernaum.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഭവനത്തിൽ വന്നപ്പോൾ തിങ്ങി നിറഞ്ഞതുപോലെ And so how it was, the people were just overcrowded in the place Jesus was അതേ entering in. എക്സ്പീരിയൻസ് ഞാൻ നേരിട്ട് കാണുകയാണ്. And that was a similar experience that I had the other day. ഇന്നും അത് സംഭവ്യമാണ്. And that means it is still happening. ഹല്ലേലൂയ. അത് ആ ജനം മുഴുവൻ കർഷകരാണ്. And those people there were villagers, farmers. അവരെല്ലാവരും എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവരാ. And they are people who work every day. എന്നാൽ വചന ശുശ്രൂഷയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആരും പോയില്ല. But when they knew that there was the scripture that has been ministered, they did not ഈ go. വചനത്തിന്റെ ശക്തി അത്ര വലുതാണ്. And the power of the scripture is that great. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഒന്ന്, വഴിയരികിൽ വീണ വിത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. The other day I just spoke to you about the seed which was sowed on വിശുദ്ധ the way. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം ദൈവവചന ധ്യാനത്തിനായിട്ട് വായിക്കുന്നു. 20-ാമത്തെ വാക്യം. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ട വചനമോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു എങ്കിലും വേരില്ലാതിരിക്കുകയാൽ അവൻ ക്ഷണികനത്രേ. Matthew 13 verse 20. As for what was sown on thin rocky soil, he who hears the word and welcomes and accepts it, but there is no real root in him. പാറയെന്ന ഒരാശയം മാത്രമല്ല അതിനകത്തുള്ളത്. It is not just about the rock that has been mentioned ഡ്രൈ here. ലാൻഡ്, വരണ്ട നിലത്ത് വീഴുന്ന വിത്തുകൾക്ക് തുല്യമായ അവസ്ഥ. And it is also representing about a dry land which is not really fertile. വരണ്ട നിലത്ത് സാധാരണ ഒരു വിത്തും തന്നെ വരണ്ട ഡ്രൈ ആയിട്ടുള്ള മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്ന കാര്യമല്ല. It is not just about putting it in the soil, but it's പാറ about. പോലെയുള്ള ഇടത്ത് ഒരു വിത്തും കൊണ്ടുപോയി ഇടാറില്ല. And if you know that the ground isn't really good enough, you don't sow any seeds in that. എന്നാൽ അങ്ങനെ വീഴുന്ന ഇടത്ത് വീഴുന്ന വിത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. And so what happens if there is a soil of a seed that is sown in a dry land? അത് What would end up? കേൾക്കുന്ന സമയത്ത്, ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. It is like sometime where you are sitting here and you're really excited about എല്ലാ it. യോഗങ്ങളിലും ആ സമയത്ത് ഭയങ്കര സന്തോഷമാണ്. And every time when you're with the church, you are really ചില excited. യോഗങ്ങളിലാണ് ഞങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിക്കുക പോലുമില്ല. And maybe you don't even let people to preach. You're that thrilled. അതുപോലെ ആൾക്കാര് ഭയങ്കര സന്തോഷമാണ്. And the crowd is really cheering up. വീട്ടിൽ ചെന്ന് ഒറ്റ ഫോൺ വന്നാൽ മതി, ആ സന്തോഷം മുഴുവനും തീർന്നു. And so once you get back home, if there's a disturbing call that you have received, then ഉടനെ all the ഫോൺ കോൾ anxious. വരും. And maybe they'll call us back again. അത് കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് പാറയാണ്. And so when I know that by this situation, I can understand you are like a അതുകൊണ്ട് rocky ഇനി place. നിങ്ങൾക്കൊരു വിഷമം വന്നാൽ ഫോൺ വിളിക്കേണ്ട നല്ല കേട്ടോ അതിന്റെ അർത്ഥം. So it doesn't mean that you don't have to call me when you're അവർക്ക് really needy. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു. But that's the point is that you can't stand strong. ഇവിടെ വചനം കേട്ടപ്പോൾ, ദൂത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. എന്തോ സംഭവിക്കാൻ പോവുകയാ. When you hear the scripture here, you were really excited. എന്തോ നടക്കാൻ പോവുകയാ. You had lots of high hopes. എന്നാൽ വീട്ടിൽ ചെന്നപ്പോൾ സിറ്റുവേഷൻ മാറി, But when you get home, the situation has changed. സാഹചര്യങ്ങൾ മാറി, It wasn't favorable. വല്ലാത്ത വെല്ലുവിളികൾ വരികയാ. And you encounter challenges. വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാ, And when you had difficulties. മറുപടിയില്ലാത്ത സാഹചര്യങ്ങളാ. And you're having unanswered അവിടെ വെച്ച് solutions. എന്ത് ചെയ്യണമെന്നറിയാതെ ഹല്ലേലൂയ അവർ വല്ലാതെ വേദനിക്കുകയാ. And so when you're lost, not knowing what to do next, ദൈവവചനം പറയുന്നു, the scripture says, അവർ ക്ഷണികന്മാരാണ്, and because you don't have a real അവർക്ക് root in നിൽക്കാൻ it, കഴിയാത്തവരാണ്. you are not able to stand ഇപ്പോൾ strong. അവർ പച്ചയായി നിൽക്കുന്നത് കാണുകയും Maybe you look like you're so green right now, കുറച്ച് കഴിയുമ്പോൾ but at the time pass ഈ by, പ്രശ്നങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ when you can't encounter and stand അവർ with all the വാടിപ്പോവുകയാണ്, situations, they dry up, അവർ ക്ഷീണിച്ചു പോവുകയാണ്. they become weak. ഇതിന് എന്താണ് പരിഹാരമെന്നാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. The Holy Spirit is going to remind us what is the solution for this. നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പാറമേൽ വീണ വിത്ത് പോലെയാണോ? And so just evaluate yourself. Am I like ഈ that? അമ്മ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. So I'm really excited when I'm praying and hearing the scripture. ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. Even when I read the scripture, I'm really എന്നാൽ excited. പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. But when I have problems, how am I able to face it? ഹല്ലേലൂയ. എന്നാൽ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ എനിക്ക് ഓവർകം ചെയ്യാൻ കഴിയും? ദൈവവചനപ്രകാരം എനിക്ക് എങ്ങനെ അതിനെ അതിജീവിക്കാൻ സാധിക്കും? How am I going to tackle up the situations as per the God's word? ആ കാര്യമാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ പോകുന്നത്. And that is
what Holy Spirit is going to അതിന് teach us. എന്താണ് വഴി? And so what is the actual way? അതിനുള്ള ഒറ്റ വഴിയുള്ളൂ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. And there's only one way to it, that is listening to God's voice. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. You will have to hear God's voice. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. You'll have to tell your neighbor, like, listen to God's voice. ഒരുപാട് പേരുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട്. You have heard lots of people's voices. പക്ഷേ അതൊന്നും നമ്മെ നിലനിർത്തിയിട്ടില്ല. But that's not going to make you stay strong. എന്നാൽ ഏത് പ്രതിസന്ധിയിലും, But in all circumstances, ഏത് വെല്ലുവിളിയിലും but in all situations, നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു ശബ്ദമുണ്ട്. there is one voice which can make you ആ stand strong. ശബ്ദം ഭൂമിയെ ഉണ്ടാക്കിയവന്റെ ശബ്ദമാണ്. And that's the creator of this earth and the maker's voice. ആകാശത്തെ സൃഷ്ടിച്ചവന്റെ ശബ്ദമാണ്. The one who created the heavens. സകലത്തെയും എന്നെ ഉൾപ്പെടെ സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനുമായവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുവാൻ തുടങ്ങിയാൽ, സ്തോത്രം, നിങ്ങളെ ഒരു ശക്തിക്കും ആമൻ ഉലയ്ക്കുവാൻ കഴിയുകയില്ല. Now if you're going to listen to what the one the creator had told you, there is no power which can shake you up. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ, As that is why when you come to God's presence, ബൈബിൾ വായിക്കുമ്പോൾ, and even when you read the scripture, നിങ്ങൾക്കൊരു വലിയ പ്രതീക്ഷ വേണം. there's all you will have to have great നിങ്ങളുടെ hopes. അകത്ത് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ വേണം. You will have to have a greater expectation. അതിന് എന്തിനു വേണ്ടിയുള്ള എക്സ്പെക്ടേഷൻ ആണ് വേണ്ടത്? And so what are you high hopes ദൈവ about? ശബ്ദം കേൾക്കാനുള്ള പ്രതീക്ഷയുണ്ടായിരിക്കണം. I am expecting God to do something. ഏത് പ്രതിസന്ധികളെയും ദൈവ ശബ്ദം മറികടക്കും. And so whatever situation, God's voice can overcome. ഏത് വെല്ലുവിളികളെയും നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്നത് ദൈവ ശബ്ദത്താലാണ്. And if you have God's voice in you, you will be able to outlook all the circumstances. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ ഭയപ്പെടുത്തി ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. There were lots of circumstances which the older people of Israel ചെങ്കടൽ experienced. അവരെ ഭയപ്പെടുത്തി. The Red Sea was there scaring them. യോർദാൻ അവരെ ഭയപ്പെടുത്തി. The River Jordan was there to scare them up. ആ ശൂർ മരുഭൂമി അവരെ ഭയപ്പെടുത്തി. The dry land was also threatening them. എന്നാൽ ഈ ഭയപ്പെടുത്തലുകളുടെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം അവരെ തേടി ഇറങ്ങി വന്നു. But in middle of all of this, they had God's voice encountering them. ചെങ്കടലിന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന മോശയോട് ദൈവം സംസാരിക്കുന്നു. And when they were standing in front of Red Sea, he is blank what he is supposed to do. God is speaking to Moses. മോശയെ, നീ ആരെ പേടിക്കുന്നു? And so God is telling him, Moses, whom are നീ you scared of? ചെങ്കടലിനെ പേടിക്കുന്നോ? Are you afraid of the Red Sea? സ്തോത്രം. നിന്റെ കൈകളിലിരിക്കുന്ന വടിയെ നീട്ടുക. You will have to stretch the staff that you have in your hand. ചെങ്കടൽ വിഭാഗിക്കപ്പെടുകയാണ്. And the Red Sea is getting split ഇന്ന് up. പകൽ നിന്റെ പ്രതിസന്ധിയെ ജയിക്കുവാൻ വേണ്ടിയത് ദൈവ ശബ്ദമാണ്. And this is what is God's voice. It's going to help you win over your situation. ഹല്ലേലൂയ. ദൈവ ശബ്ദമുണ്ടോ, ഏത് പ്രതിസന്ധിയും നിങ്ങൾ ജയിച്ചിരിക്കും. If you have God's voice in you, you're going to overcome all the ഏത് circumstances. തടസ്സങ്ങളും നിങ്ങൾ ജയിച്ചിരിക്കും. You will be able to cross over all the burdens. ഒരാഭിചാരകനും നിങ്ങളെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. There is no evil power which can tie you up. എല്ലാം തകർന്നു എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. We have seen people who have just crumbled down with everything. ഇനി ഒരു വഴിയുമില്ല പാസ്റ്റർ എന്ന് പറഞ്ഞവരെ കണ്ടിട്ടുണ്ട്. There's no more way, and such situations എന്നാൽ they വചനം go through. പറയുന്നു, നിന്റെ മുമ്പിൽ 1000 വഴികളുണ്ട്. But the scripture says there's going to be Wow. 1000 doors opened up for you. ഹല്ലേലൂയ. എല്ലാം നഷ്ടമായി എന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ്, നിനക്ക് ഒന്ന് നഷ്ടപ്പെട്ടാൽ 7 ഞാൻ നിനക്ക് തിരിച്ചു തരും. When you feel like I have lost everything, God is promising He's എത്ര going to പേർ return എന്റെ you back കൂടെ ഇന്ന് 7 പകലാമേൻ times. പറയുവാൻ സാധിക്കും? How many of you are ready to say ഒന്ന് നിനക്ക് amen? നഷ്ടപ്പെട്ടാൽ 7 ദൈവം നിനക്ക് തിരിച്ചു തരും. If you have lost one, He's going to repay you with പിശാച് 7. അവൻ ഒന്ന് നിനക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ 7 തിരിച്ചു തരാൻ കഴിവുള്ള ഒരു ദൈവ ശബ്ദം ഇന്ന് പകൽ നിന്റെ കൂടെയുണ്ട്. Now remember, you have a God's voice who's going to repay you 7 times of what you lost. ഇന്ന് പകൽ വിശ്വസിക്ക്, ദൈവ ശബ്ദം നീ കേട്ടു തുടങ്ങിയാൽ ജയം നിന്റെ കൈകളിലാണ്. If you're going to hear God's voice, the victory is yours. ഹല്ലേലൂയ. നിന്റെ പരാജയത്തിന് കാരണം എന്തെന്നറിയാമോ? ദൈവ ശബ്ദം കേൾക്കാൻ നിന്നെ പിശാച് സമ്മതിക്കത്തില്ല. Sometimes you fail because you are not allowed to listen to അവർക്ക് God's voice. പ്രാർത്ഥിക്കാനിരിക്കാൻ സമയം കിട്ടത്തില്ല. You don't have time to sit and pray. അവർക്ക് വല്ലാതെ വേവലാതിയാണ്, You'll just have lots of things വല്ലാതെ occupied. ഉത്കണ്ഠയാണ്. They have lots of things going on. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് പറയുകയാണ്, എന്റെ ശബ്ദം നിന്നെ പുറത്തു കൊണ്ടുവരും. But my voice can bring you up. എന്റെ ശബ്ദം നിന്നെ പുറത്തു കൊണ്ടുവരും. My voice is going to take ഓ, you out. വിശ്വസിക്കുന്നവർ നല്ല ആമേൻ പറ. If you believe, tell an amen. ദൈവത്തിന്റെ ശബ്ദം നിന്നെ പുറത്തു കൊണ്ടുവരും. God's voice is capable of just ഏത് bringing പാതാള you out. കുഴിക്കകത്തു നിന്നും നിന്നെ ഈ ശബ്ദം പുറത്തു കൊണ്ടുവരും. Even if you're in the deeper pit, He's going to lift you up by യോസേഫ് ഒരു His സ്വപ്നം voice. കണ്ടുവല്ലേ? When Joseph was having dreams, ഹല്ലേലൂയ. ആ സ്വപ്നത്തിനെ തുടർന്ന് അവൻ പൊട്ടക്കിണറിനകത്ത് വീണു. and after all these dreams, he ended up in a pit.
ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ പൊട്ടക്കിണറകത്തേക്ക് പോകുമ്പോഴും ഈ ശബ്ദം അവന്റെ പറകെ പോയി. But I believe maybe even in the pit he was hearing his voice there. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. എവിടേക്കാണോ നീ വീണുകൊണ്ടിരിക്കുന്നതെന്ന് നീ വിചാരിക്കുന്നു, അതിന് പുറകെ ഒരു ശബ്ദം നിന്നെ തേടി വരികയാണ്. You might be thinking I'm just keep on sinking down, but there's a voice which is going to lift you up. ആരെയൊക്കെ ദൈവം തൊടുന്നല്ലോ ഇന്ന് പകല്. God is speaking to someone ആരുടെയൊക്കെ here. മേൽ ദൈവത്തിന്റെ മാൻഡിൽ വീഴുന്നല്ലോ, ദൈവത്തിന്റെ പുതപ്പ് വീഴുന്നല്ലോ. God is putting upon his mantle ഓ, on someone else ദൈവം here. തന്റെ ജനത്തെ അഭിഷേകം ചെയ്യുന്ന പകലാണിത്. This is the time where God is anointing his people ഓ, for his റബാന റബാല purpose. ഹശസിയ. നീ എവിടെയൊക്കെ പോയാലും അവിടെ നിന്നെ തേടി ഒരു ശബ്ദം വരികയാണ്. Wherever you go, there's going to be a voice which is following ഹല്ലേലൂയ. you. നിന്റെ വീട്ടുകാർക്ക് വരാത്തിടത്ത്, Even the people who are placed where നിന്റെ your home can't ചാർച്ചക്കാർക്ക് reach, വരാൻ കഴിയാത്തിടത്ത്, where your friends or relatives can ഓ, reach നിന്റെ you, കൂടെ നിൽക്കുന്ന ആർക്കും വരാൻ കഴിയാത്തിടത്ത്, where a place where no one can come with you, ഈവൻ ചേർന്നിരുന്ന് കൈയടിച്ച് അന്യഭാഷ പറയുന്ന ഈ വ്യക്തിക്ക് പോലും വരാൻ കഴിയാത്തിടത്ത്, where even the people who are here can't come and reach you up. ദൈവത്തിന്റെ ശബ്ദം നിന്നെ തേടി വരുന്നു. In such a place, God's voice is going to come seeking for ദൈവത്തിന്റെ you. ശബ്ദം നിന്നെ തേടി വരുന്നു. God's voice is just looking Come for on, you. come on everybody. ഇന്ന് പകൽ ഈ ശബ്ദം നിന്നെ തേടി വരികയാണ്. This voice is coming and looking for you. ഈ ശബ്ദം നിന്നെ തേടി വരികയാ. This voice is seeking you. എന്തിനാണെന്നറിയാമോ? ചങ്ങലകളെ പൊട്ടിച്ചു കളയാനാണ്. And so what is the reason to ആ break up all the കയറുകളെ chains? പൊട്ടിച്ചു കളയാനാണ്. To untie all the ropes. ആ ബന്ധനങ്ങളെ ഇല്ലാതാക്കി കളയുവാൻ വേണ്ടി ഈ ശബ്ദം ഇന്ന് പകൽ നിന്റെ അടുക്കൽ വരികയാണ്. To destroy all the bondages, his voice is coming after you. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ ആയം അതിന്റെ 13-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29, ബുക്ക് ഓഫ് ജെറമിയ 29:13. നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. എങ്ങനെ, ഏതു സമയത്താണ് നിങ്ങൾ ദൈവത്തെ കണ്ടെത്തുന്നത്? Jeremiah chapter 29 verse 13. You will seek me and find me. നിങ്ങൾ എന്നെ അന്വേഷിക്കും. You will seek me. ഹല്ലേലൂയ. അതിന് തൊട്ട് മുമ്പ് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ശുഭഭാവി നിനക്ക് ഞാൻ വരുത്തും. And just previously he's talking about a greater future that he's going to be giving them. നിനക്ക് ഞാൻ ഒരു ശുഭഭാവി വരുത്തും. I'm going to give you a greater future. ആ നീ വിചാരിക്കുന്ന ശുഭഭാവിയല്ല, എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഒരു ശുഭഭാവിയുണ്ട്. ആ ശുഭഭാവി നിന്റെ മേൽ ഞാൻ വരുത്തും. ഓ, Not the way ഹല്ലേലൂയ. that you think, but I'm going to give you the plans that as per my future. ലോകം ഇന്ന് and വരെ I'll just give it കാണാത്ത to ഒരു you. ശുഭഭാവിയുടെ ഉടമസ്ഥരാ ഇതിനകത്ത് ഇരിക്കുന്നവര്. The world has not seen such a greater thing of a future, but you have it with you. ദൈവസഭയ്ക്ക് ഒരു ശുഭഭാവിയുണ്ട്. And the church is having a greater future. ഇവിടെ ഇരിക്കുന്ന കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ നോമൻ പ്രവചിച്ചു പറയാം, നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു ശുഭഭാവിയുണ്ട്. I am prophesying it towards the families over here. You have a greater ഭൂമിക്ക് plan. മുകളിൽ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ശുഭഭാവി ആമേൻ, അത് വലുതാണ്. God has greater plans than what no one has had in their heart. എത്രപേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകല്? How many of you are believing എന്നെ it? കുറിച്ച് ദൈവത്തിനൊരു ശുഭഭാവിയുണ്ട്. God has got a greater plan about myself. അത് ആമേൻ, ലോകത്തിൽ ആരും പ്രതീക്ഷിക്കുന്ന ഒരു ശുഭഭാവിയല്ല നിന്നെ കുറിച്ച് ദൈവത്തിനുള്ളത്. It is not how what the world thinks. ആ ശുഭഭാവി എനിക്ക് നിങ്ങളെ കുറിച്ചുള്ളത് കൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കും. Because we know that he has a greater plan for us, we are going to seek him. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആ ശുഭഭാവി നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ശുഭഭാവി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന് അടുക്കൽ വരാതിരിക്കാൻ കഴിയുകയില്ല. Because you know that you have a greater future only in God's hand, you can't just go away from him. ഒരുപക്ഷേ അത് തിരിച്ചറിയാതെ നിങ്ങൾ പലയിടങ്ങളിൽ പലതും അന്വേഷിച്ചിട്ടായിരിക്കാം ഒടുവിൽ ഇവിടെ എത്തുന്നത്. Maybe you've been seeking it for some other place, in the wrong place. പക്ഷേ about it. നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ശുഭഭാവി നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്നതിന് മുന്നമേയുള്ളതാണ്. God has his plans about you even before you were അത് created in your ലോക mother's womb. സ്ഥാപനത്തിന് മുന്നമേയുള്ളതാണ്. Even before the foundations of the earth, he has got a നിങ്ങളെ plan for ദൈവം you. തിരഞ്ഞെടുക്കുന്നതിന് മുന്നമേയുള്ളതാണ്. Before you have been predestined, he has kept his ആ plans in his ശുഭഭാവി mind. നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ട് Because he has all these plans about you, നിങ്ങൾ അവന്റെ അടുക്കൽ വരാതിരിക്കാൻ കഴിയത്തില്ല. there is no way that you can run away from him. ഒരുപക്ഷെ അത് കണ്ടെത്തുവാൻ കാലങ്ങൾ എടുത്തേക്കാം. Maybe it takes some ages to come ഒരു here, ദിവസം നേരത്തെ നീ വന്നു കഴിഞ്ഞാൽ അത്രയും അനുഗ്രഹം. but the earlier you come, that's a greater എന്നാൽ blessing for you. കാലങ്ങൾ എടുത്താണെങ്കിൽ പോലും നീ ആ ശുഭഭാവിക്കകത്ത് വരും. But even if it takes a Wow, delay, but still you will hallelujah. come to the plan. നീ ആ ശുഭഭാവിക്കകത്ത് വരും. And when you walk into the plan, ഹല്ലേലൂയ. നീ എവിടെയെങ്കിലും പരസ്യമായി ലജ്ജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് പകൽ പറയുകയാണ്, ആ ശുഭഭാവിക്കകത്ത് ദൈവം നിന്നെ കയറ്റിയിട്ട് ആ പരസ്യമായി ലജ്ജകളെ ദൈവം എടുത്തു മാറ്റും. and even if you
have been put to shame, but He's going to bring you into the greater future of Oh, yours Rebana, and Rabala. exalt you. ഹല്ലേലൂയ. വായി തുറന്ന് പറ, എനിക്കും എന്റെ തലമുറയ്ക്കും ഒരു ശുഭഭാവിയുണ്ട്. For me and for my generation, we have a pleasant ഓ and a great മടിക്കാതെ future. ബ്രദറെ, മടിക്കാതെ. നീ എത്രത്തോളം അലസനാകുമോ അത്രത്തോളം നിന്റെ മേലുള്ള അനുഗ്രഹത്തിനും അലസതയായിരിക്കും. Now, the more you speak, you're going to be getting greater blessings for yourself. നീ ഭയങ്കര ഉത്സാഹിയായിരിക്കണം. You will have to be thrilled. സഭയുള്ള എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ ഭയങ്കര ഉത്സാഹിയായിരിക്കണം. All of you are supposed to be നീ excited. കഠിനമായി അധ്വാനിക്കുന്ന വ്യക്തിയായിരിക്കണം. And you will have to be putting in അനുഗ്രഹം your hard വെറുതെ work. എവിടെയും മുളച്ചു വരത്തില്ല. The blessing is not just going to come somewhere else. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറകളോട് ഞാൻ പറയാം, നിങ്ങൾ കഠിനാധ്വാനികളായിരിക്കണം. I tell this to all the younger generation, we'll have to put in your hard തോന്നുമ്പോൾ work. കിടക്കുക, തോന്നുമ്പോൾ എഴുന്നേൽക്കുക. ഒരു വീട്ടിലും നിങ്ങൾ അനുവദിക്കരുത്. And do not let your children just sleep or wake up at any time they want. മാതാപിതാക്കൾ അത് അനുവദിച്ചു കൊടുക്കരുത്. Parents, you need to be aware of that. നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഈ നിലയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത്. You had put in lots of hard work, and as a result of it, you have reached this നിങ്ങൾ level. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ മക്കളെ വളർത്തിയത്. And you have also put in lots of efforts to raise ചില up your മക്കൾക്ക്, kids. മാതാപിതാക്കൾക്ക് ഒരു വിചാരമാണ്, ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾ അങ്ങനെ ആകരുത്. So sometimes parents think, I have been having hard times, so let me നിങ്ങൾ not കഷ്ടപ്പെട്ട happen. മേഖലകളിൽ ആകരുത് അവർ കഷ്ടപ്പെടുന്നത്. എന്നാൽ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞ സഫറിങ്സ് അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യണം. It is not about getting into suffering what you went through, but they'll have to put in the hard work. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽ? How many of you are believing it? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കും. And such people will be really blessed by God. അനുഗ്രഹം ഒരു വീട്ടിലും വെറുതെ വരികയില്ല. Blessing is not just going to come by itself. അലസന്മാരുടെ ഭവനത്തിൽ അനുഗ്രഹം വരത്തില്ലെന്നാണ് വചനം പറയുന്നത്. The lazy man cannot have a greater നിങ്ങളുടെ blessing. സ്തോത്രം ആമേനൊക്കെ എളുപ്പമാ. It is sometimes easy to just to say amen. വെറുതെ and all പണം that. കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമാ. And if there's someone going to give you everything free, you'll be നിന്റെ very happy. അധ്വാനത്തിനൊത്തവണ്ണമാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. But God is going to bless you based on your hard work. നീ അധ്വാനിക്കാൻ തയ്യാറായാൽ നിന്റെ മുമ്പിൽ വായിൽ തുറന്നു കിടക്കുകയാ. If you're ready to toil up, there's lots of doors opened up. കഷ്ടപ്പെടാൻ നിനക്കൊരു മനസ്സുണ്ടാകണം. Do you have a heart to put in all your efforts? നീ കഷ്ടപ്പെടുവാൻ നിന്റെ ശരീരത്തെ നീ അനുവദിച്ചു കൊടുക്കണം. And you will have to put in all your efforts, and you'll have to സഭയിൽ toil up. വരുന്ന ആരും അലസന്മാരാ ജീവിക്കരുത്. There is no one who is just going to be lazy and idle. അവനവന്റെ മേൽ ദൈവം ഒരു കരിസ്മ തന്നിട്ടുണ്ട്. God has given a charisma to കഴിവ് everyone. തന്നിട്ടുണ്ട്. He has given a talent ആ to everyone. കഴിവുകളെ നിങ്ങൾ ഉപയോഗിക്കണം. You will have to use your potentialities. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ നല്ല ആമേൻ പറഞ്ഞാട്ടെ. Tell an amen. വിശ്വസിക്കുന്നവർ നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഇവിടെ വന്ന് വടക്കേണ്ടിയിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവർ അവരുടെ ഗാവുകളിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. The people who are working from far away and here staying here, they are being blessed over there in the families. ഇവിടെയുള്ള മലയാളികളെല്ലാം ഭായിമാരെ കുറ്റം പറയുകയാണ്. But people over here, we complain about the other workers whom we have അവർ here. രാവിലെ എഴുന്നേക്കാൻ തയ്യാറാ. But they are ready to wake up early, എത്ര മണിക്കൂർ ജോലി ചെയ്യാൻ തയ്യാറാ. and they are ready to even work for so long, നിങ്ങൾ so ഒത്തിരി many പേർക്ക് hours. ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. But even if you are not willing to നിങ്ങളെ take it, ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് എന്റെ ജോലിയല്ല. but I'm just telling you the truth. എന്റെ ജോലി ദൈവത്തിന് പ്രസാദമുള്ള ഒരു ശുശ്രൂഷകനായി ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. My work is I'll have to live as God's minister over here. അവർ രാവിലെ എഴുന്നേക്കാൻ തയ്യാറാ. They're ready to wake up so early. അവർക്കൊരു ഭാര്യയുമല്ല പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുന്നവർ സ്വന്തമാ പൊതിച്ചോറുണ്ടാക്കുന്നത്. There is no one at home making food for them. They'll have to ഇവിടെ cook പല for themselves. ഭാര്യമാരും പൊതിച്ചോറുണ്ടാക്കിയാലും ഭർത്താക്കന്മാർ എഴുന്നേക്കത്തില്ല. But even if your wife cooks at home, but still you wake up late. എന്നിട്ട് വൈകിട്ട് ഇന്ന് ഭയങ്കര പ്രാർത്ഥന, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണേ. എവിടെ നിന്ന് അനുഗ്രഹം വരാനാ? But now when you think of all this and pray, God bless me, how will the God എന്തോ bless you? നിശബ്ദതയാ. മോശയുടെ കാര്യം പറഞ്ഞ് എല്ലാവരും എന്നെ ഇടിക്കാൻ പാകത്തിന് വേണം നിൽക്കും. There's a മോശയുടെ great കാര്യം excitement. പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു ഇംഗ്ലീഷുകാരും കേൾക്കട്ടെ. There's a great excitement when you hear good things, but there's no ഹല്ലേലൂയ. excitement when you hear not മോശയുടെ pleasant കാര്യം എഴുതി വെച്ചിരിക്കുന്ന മോശയെ പോലെ നിങ്ങളാകാൻ വേണ്ടിയാ. things. I'm telling you about Moses so that you could be empowered like him. അല്ല, എനിക്ക് വേണ്ടി ഒരു മോശ ഉണ്ടെന്ന് പറഞ്ഞിരിക്കാനല്ല. It is not that you can just sit quietly and say, okay, Moses അപ്പോസ്തലൻ is the പൗലോസ്ലീഹായെ most കുറിച്ച് എഴുതിയിരിക്കുന്ന തന്നെ പോലെ നമ്മൾ ആകാനാ. Why have they given all these people in the scripture so that we could become like them? ഹല്ലേലൂയ. കഠിനാധ്വാനികളാകണം. And we'll have to put in our efforts. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ കഠിനാധ്വാനികളായി മാറണം. The one, as you're preparing for your exams, put in all your best. നിങ്ങളെ over there. അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. Our God is capable of blessing you. ഹല്ലേലൂയ. സുവിശേഷ വേലക്കാർ കഠിനമായി അധ്വാനിക്കുവാൻ തയ്യാറാകണം.
The ones who have evangelism work will have to again do a അലസതയുടെ പണിയല്ല work. സുവിശേഷ വേല. It is not just so easy to just evangelize ഇത് people. വിശ്രമമില്ലാത്ത പണി കേട്ടോ വരുമ്പതേ, ഇത് വിശ്രമമില്ലാത്തവരുടെ ജോലിയാണ് ആമേൻ സുവിശേഷ വേല എന്ന് പറയുന്നത്. Being an evangelist is a person who doesn't get any rest. ഒരുപാട് പേർ വിചാരിക്കുന്നുണ്ട് പണിയില്ലാത്ത ആമേൻ പരിപാടി ചെയ്തെന്ന്. But many times people misunderstand, okay, they're just all the time ഇത് free. അലസതയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. And it is not meant for people who are lazy. ഹല്ലേലൂയ. എത്രവർക്ക് വിശ്വസിക്കാൻ കഴിയും? അങ്ങനെയുള്ളവരെയാണ് ദൈവരാജ്യത്തിന് പണിയുവാൻ ആവശ്യം. And such people is what God wants for building up ചേർന്ന് his കർത്താവിനെ kingdom. സ്തോത്രം ചെയ്തോ. But then- നീ ഏത് മരണക്കിണറിനകത്ത് വീണാലും അവിടെ ദൈവശബ്ദം നിന്നെ തേടി വരും. And even if you fall into a deeper pit, there's going to be God's voice looking for ഇരമ്യായോട് you. പറയുന്നു, നീ എന്നെ അന്വേഷിക്കും. And that's why he says to Jeremiah that അതെന്താ you നീ will എന്നെ seek me. അന്വേഷിക്കാൻ കാരണം? And why is that? എനിക്ക് നിന്നെക്കുറിച്ച് ശുഭഭാവിയുണ്ട്. Because I have a greater future for you. ഏത് കടക്കണിയിൽ കിടക്കുന്നവനെ കുറിച്ചും ദൈവത്തിന് ശുഭഭാവിയുണ്ട്. Even at any place, God has always a greater ഏത് plan for തകരാറിൽ people who dwell. കിടക്കുന്നവനെ കുറിച്ചും ദൈവത്തിന് ശുഭഭാവിയുണ്ട്. God has a greater future about someone who is still ഏത് having problems. പ്രതിസന്ധി നേരിടുന്നവനെ കുറിച്ച് ഒരു ശുഭഭാവിയുണ്ട്. Whatever situation someone might encounter, പക്ഷേ but ആ God has a plan. ശുഭഭാവി നീ അറിയേണ്ടതിന് വേണ്ടി നീ അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. Now, if you want to know about it deeper, you will have to seek him from your heart. ആമേൻ. പകുതി ഹൃദയത്തോടെ നീ അന്വേഷിക്കരുത്. You don't have to look at him with half-hearted. ഈ പുസ്തകം സത്യവേദ പുസ്തകം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് തന്നെ. We have the scripture which is called as the truth, a ഈ holy scripture, പുസ്തകത്തിനകത്ത് മുഴുവൻ സത്യം എഴുതി വെച്ചിരിക്കുന്നത്. because there's all the truth which is നീ encrypted പൂർണ്ണ there. ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ശുഭഭാവി ഉള്ളവനെ കണ്ടെത്തും. When you are seeking him with all your heart, you will definitely encounter him. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് നിന്റേതായ ഒരുപാട് പദ്ധതികളും കൊണ്ടുവച്ച് നീ ദൈവത്തെ അന്വേഷിക്കരുത്. You don't have to fill up your heart with lots of your own plans and then seek God for നിങ്ങൾ it. എന്നെ അന്വേഷിക്കാൻ കർത്താവ് പറയുമ്പോൾ കർത്താവ് പറയുന്നത് എനിക്ക് നിന്നെക്കുറിച്ച് ശുഭഭാവിയുണ്ട്. When we say that God is asking you to seek him, he has all the plans ആ for you. ശുഭഭാവി അറിയേണ്ടതിന് വേണ്ടി നീ ദൈവത്തെ അന്വേഷിക്കണം. And you have to seek him because you can understand what all the plans that he വല്ലതും has got. നേടാൻ വേണ്ടി നീ നീ അവനെ അന്വേഷിക്കരുത്. Not that you have already made up all the plans and to make it നിങ്ങളെ accomplished. കുറിച്ചുള്ള അവന്റെ ശുഭഭാവി അറിയേണ്ടതിന് വേണ്ടി നിങ്ങൾ അവനെ അന്വേഷിക്കുക. You are seeking him so that you will know what the plans that he has got for you, അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. and you will be able to find it. ആ തെളിവ് ഹന്ന ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. And Hannah went to the church to pray, ദൈവം അവൾക്കൊരു മറുപടി കൊടുത്തു. and God gave her an answer. 1 ശമൂവേൽ പ്രവാചക പുസ്തകം 3-ാം അധ്യായം അതിന് 7-ാമത്തെ വാക്യം വായിച്ചു. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന് 7-ാമത്തെ വാക്യം. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. അന്നുവരെ ദൈവത്തെ അറിയാത്തവനായിരുന്നു ആര്? ഈ ശമൂവേൽ. യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. മതി. 1 Samuel chapter 3 verse 7. Samuel did not yet know the Lord. The word of the Lord had not yet been revealed to him. എന്നുവരെ? To which point is that? ദൈവം തന്നെ വിളിക്കുന്ന അന്നുവരെ. Till the point where God had called Samuel, ഈ സമൂവേൽ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. he had no idea about who God is. അന്നുവരെ ദൈവത്തിന്റെ വചനം അവന് വെളിപ്പെട്ടില്ല. And he also had no idea about God's scriptures. ദൈവത്തെ നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? So how can you understand God? ദൈവത്തെ നിങ്ങൾ എങ്ങനെയാ അറിയുന്നത്? How are you going to get to know God? ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ അറിഞ്ഞാലിട്ട് കാര്യമില്ല, നിങ്ങൾ ദൈവത്തെ അറിയേണ്ടത്. It is about not you know greater people, but you should be knowing about God. ദൈവത്തെ നിങ്ങൾ അറിയേണ്ടുന്നത് എങ്ങനെയാണ്? ദൈവ വചനത്തിലൂടെയാണ് നിങ്ങൾ ദൈവത്തെ അറിയുന്നത്. How am I going to know about God? Only by knowing the word. വേദപുസ്തകം നിങ്ങൾ വായിക്കണം. And that means you'll have to read the scripture. ഹല്ലേലൂയ. വേദപുസ്തകം വായിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? And so what will happen if I don't read the scripture? നീ അറിയാതെ സാത്താൻ നിന്റെ വീട്ടിൽ കയറും. And maybe without you knowing, Satan is going to come into your family. ഹല്ലേലൂയ. ഇത് ഞായറാഴ്ച ഇങ്ങനെ തുറക്കും, പിന്നെ അടുത്ത ഞായറാഴ്ച ഇവിടെ കൊണ്ടുവന്ന് തുറന്നാൽ സ്തോത്രം നീ പോലും അറിയാതെ. തിരുവനന്തപുരത്ത് ഒരു ചെറുക്കൻ കണ്ടില്ല, അവൻ്റെ അപ്പനെ വെട്ടിക്കൊന്നത്. അവൻ്റെ വീട്ടിൽ കയറിയതുപോലെ കയറാതിരിക്കാൻ സ്തോത്രം എല്ലാ ദിവസവും എല്ലാ ഭവനങ്ങളിലും ബൈബിൾ വായിക്കണം. സഹോദരിമാരെ, നിന്റെ വീട്ടിൽ ആമേൻ നിന്റെ ഭർത്താവ് വായിക്കുന്നില്ലെങ്കിൽ എന്നോട് പറ. Reading the scripture is very important, so that's going to help you protect your family. നിങ്ങൾ സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഭാര്യമാർ ബൈബിൾ വായിക്കുന്നുണ്ടോ എന്ന്.
The husbands are need to make sure that the wives are reading the Bible, and the wife പിന്നെ will make sure the ഞങ്ങളുടെ husband ജോലി reads it. അതല്ല എൻ്റെ ഭാര്യ ബൈബിൾ വായിക്കുന്നുണ്ടോ എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അറിഞ്ഞിരിക്കും, നിന്റെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു നീ അറിയണ്ടേ. You will have to be aware of what's happening in your home. നിന്റെ കുഞ്ഞുങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടോ എന്ന് നീ അറിയണം. As parents, we must be knowing whether our children are reading the scripture or not. ഹല്ലേലൂയ. രാത്രി മുറി അടച്ചിട്ട് ഗെയിമും കളിച്ച് പിള്ളേരുടെ കൂടെ ഗെയിം കളിക്കുന്നവരുണ്ട്. There are parents who just sit and play games with their ഇവിടെ വന്ന് ഭയങ്കര children. ചാട്ടവാ. രാത്രിയിൽ എന്താ, And so what do they do at night? മക്കളുടെ കൂടെ കാർട്ടൂൺ കണ്ടിരുന്നും ഗെയിം കളിച്ചും നീ ഒരു വല്ലാത്ത ഗെയിമിൽ പെട്ടിരിക്കുക. They've been playing video games or things and they watch cartoon or something with ഇന്നുകൊണ്ട് their children. നിർത്തിക്കണം. But it is not what is going to help you, so you'll have to put an end to it. ഹല്ലേലൂയ. പിശാച് ഒരിക്കലും തനിയെ കയറത്തില്ല, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. So I can tell you one thing, that Satan doesn't come just by himself. രക്ഷിക്കപ്പെട്ട യേശുവിനെ കർത്താവും ദൈവമെന്ന് വിശ്വസിക്കുന്ന ഒരു വീട്ടിൽ സാത്താൻ വെറുതെ കയറത്തില്ല. Satan cannot come inside anyone's house who has been really saved by God. മൊബൈലിലാ ബൈബിള് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന, നല്ല കാര്യം, നീ വായിച്ചോ. You have the scripture which is downloaded in the mobile. It's a പക്ഷെ good thing. ബൈബിളാന്നും പറഞ്ഞ് കാർട്ടൂണും കണ്ട് ഗെയിമും കളിച്ച് ഞായറാഴ്ച ഇവിടെ ഒന്ന് കൈവീശിപ്പോയാൽ നിന്റെ വീടിനകത്ത് ലൂസിഫറിന്റെ സിംഹാസനം അതിനകത്ത് ഇരിക്കും, നീ അറിയത്തില്ല. You may be just deceiving yourself by saying many things, but if you don't spend time with the scripture, Satan can easily enter your home. നിന്റെ വീടിനകത്ത് സാത്താൻ കയറാതിരിക്കാൻ നീ തന്നെയാ മതിലായി നിൽക്കേണ്ടത്. You will have to stand as a wall resisting Satan to not enter your home. ഓരോരുത്തരെ ദൈവം വിളിച്ചതിനകത്ത് കൊണ്ടുവന്നത് നിന്നിലൂടെ നിന്റെ അയൽഭവനങ്ങൾ യേശുവിനെ അറിയാനാ. God has brought you into his kingdom so that you could bring many more into his kingdom. അവൻ കാണാത്ത പല നമ്മുടെ പുള്ളികൾ കാണുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞിട്ടില്ല. But till the point Samuel did not yet know the Lord. ദൈവത്തിന്റെ വചനം അന്ന് വരെ അവന് വെളിപ്പെട്ടതുമില്ല. And the word of the Lord has not been yet revealed to him. എന്തിനാ ഈ വചനം വായിക്കാൻ പറയുന്നത്? ദൈവം നിനക്ക് വെളിപ്പെട്ട് കിട്ടാനാ. And so why are we insisting on reading the scripture? So that you can know about God. യേശുവിനെ നിനക്ക് വെളിപ്പെട്ട് കിട്ടി, ക്രിസ്തുവിനെ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ And if you know how God is, if you have the revelation about സാത്താൻ God, നിന്റെ അകത്ത് വരത്തില്ല. Satan cannot come near you. ഹല്ലേലൂയ. ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥന നിർത്താൻ തോന്നുന്നതിന്റെ കാര്യം എന്താ? Now maybe after you're praying and in between you feel like you want ആരാധനയ്ക്ക് to stop. വരുവാൻ മടി തോന്നുന്നതിന്റെ കാര്യം എന്താ? Why is that you don't feel excited to come to church? ക്രിസ്തു വെളിപ്പെടുന്നില്ല. Because you have not understood the revelation of ക്രിസ്തു Christ. വെളിപ്പെടുന്നില്ല. Because Christ is not revealed. ഹല്ലേലൂയ. ക്രിസ്തു വെളിപ്പെട്ടാൽ And if you have Christ who is revealed to you, പഴയതൊന്നും കയറി വരികയില്ല. and there is no old things which is going to come near you. ഹല്ലേലൂയ. ആരാധനയ്ക്ക് കിട്ടുന്ന സമയം നീ നന്നായി വായി തുറന്ന് പാടി കൈയടിച്ച് ആരാധിക്കണം. And so when you have the time which is sent for worship, you'll have to praise him and really worship him. കഴിഞ്ഞ ദിവസം ദേവദാസൻ എന്നോട് വേദനയോട് പറയാ, പാസ്റ്ററെ പലയിടത്തും ഇപ്പൊ ഇലക്ട്രോണിക് വർഷിപ്പാ. There was a pastor who told me the other day there's all electronic worship around some places. ഇവിടെ വന്ന് രണ്ടുപേരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അവിടെ നിൽക്കുന്ന ആൾക്കാരിങ്ങനെ, നമ്മുടെ കാര്യമല്ല കേട്ടോ, നിങ്ങളെ കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായം അവർ പറഞ്ഞത്. I'm not telling about you, but I'm telling about somebody else. സ്വിച്ചിട്ട് ഉള്ള പരിപാടിയാ. It is just like you turn on the switch. എടാ, സ്വിച്ചിന്റെ മേലല്ല പരിശുദ്ധാത്മ വന്ന് നിന്റെ ശരീരത്തിലാണ് വന്നിരിക്കുന്നത്. God is not going to come among others, but he is going to come into you. വായ തുറന്ന് ആരാധിക്കണം. You will have to open your mouth and worship. കൈയടിച്ച് പാടണം. You will have to clap your hands and praise him. ഹല്ലേലൂയ. ദൈവത്തെ അന്ന് വരെ അവന് വെളിപ്പെട്ട് കിട്ടിയില്ല. Till that day, he has not been yet revealed by God. ദൈവത്തിന്റെ വചനം അവന് വെളിപ്പെട്ടില്ല. The word has no idea about the ശമൂവേലെ, scripture. നിന്നെ ഈ ചർച്ചിനകത്ത് ഈ ആലയത്തിനകത്ത് കൊണ്ടുവന്ന് ഈ വല്യപ്പച്ചന്റെ പോയ പുരോഹിതന്റെ കൂടെ ഇരുത്തിയതേ ഇത് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാ. Samuel has been kept with this Mr. Eli so that he could understand the scripture better. ഹല്ലേലൂയ. വേദനയോടെ ഇന്ന് പകൽ ഈ ഭാഗം എടുക്കുന്നത്. And when you look at this, I'm telling you this with not so കണ്ണു തുറന്നിരുന്നേ ഇതിനകത്ത് നിന്നെ കൊണ്ടുവന്ന് ഇരുത്തിയതേ why God has made you come and sit here. കപ്പളങ്ങയുടെ വില പഠിപ്പിക്കാനല്ല, It is not just to teach you something else. സാമ്പാർ കഷ്ണത്തിന്റെ കാര്യം പറയാനല്ല, It's not to teach you about cooking. ദൈവത്തെ വെളിപ്പെട്ട് കിട്ടണം. But you will have to reveal God. You will have to understand God. ഹല്ലേലൂയ.
എനിക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാകുന്നില്ല. You may be telling that I can't understand when I ഇവിടെ read. കർത്താവ് പറയുന്നത് എന്താ? ശമൂവേലിന് അന്ന് വരെ ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തിയത്. God has made him sit here because he did not understand anything till that day. ഹല്ലേലൂയ. എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിരിക്കാനല്ല, ദൈവവചനം വായിക്കാൻ തുടങ്ങ്, ദൈവം വെളിപ്പെട്ട് കിട്ടും. You don't have to keep giving excuses saying I don't understand, I don't know it ദൈവത്തെ yet. വെളിപ്പെട്ട് കിട്ടും. But as you read it, you're going to be understanding God better. മക്കളെയൊക്കെ പിടിച്ചിരുത്തി വചനം വായിപ്പിക്കണം. You will have to make your children sit and read the വേദപുസ്തകം scripture. വായിക്കാതെ ആരും സമാരാധനയ്ക്ക് വരരുത്. Without reading the scripture, you're not supposed to എല്ലാവരും be ബൈബിൾ Catholics. വായിക്കണം. Each and every day we must ensure we read the scripture. ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ സൗജന്യമായിട്ട് ബൈബിൾ കൊടുക്കുന്ന ഏക ചർച്ച ഇത്. In this church we are giving free എന്തിനു Bible to you. വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാ. Because we want you to know the God. നിങ്ങളെ സ്വപ്നം കാണാതിരിക്കാൻ വേണ്ടിയല്ല ഈ പുസ്തകം നിങ്ങൾക്ക് തന്നുവിടുന്നത്, വായിപ്പിക്കുന്നത്. പിന്നെയോ ആമേൻ, അങ്ങനെ സ്വപ്നം പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇപ്പോൾ പുതിയ നല്ല സ്വപ്നം നിനക്ക് തരും. When you are going to have the scripture, he is going to give you all his plans revealed to you. ശമൂവേലിന് അന്ന് വരെ ദൈവത്തെ അറിഞ്ഞില്ല. Samuel did not know about the Lord. ദൈവത്തെ അവന്റെ വചനം അവന് വെളിപ്പെട്ട് കിട്ടിയില്ല. Because he has no idea about the scripture. ഇതിനകത്ത് വരുന്ന ഓരോരുത്തരും അറിഞ്ഞുകൊള്ളുക. ഇതിനകത്ത് വരുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സൗഖ്യം നടന്നോട്ടെന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സൗഖ്യത്തിനായി വിടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. അതെല്ലാം ഉണ്ട്. എന്നാൽ അതെല്ലാം കിട്ടിയവന് ദൈവത്തെ വെളിപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ നീ നിത്യത നിനക്ക് നഷ്ടമാകും. നിത്യ നരകത്തിൽ നീ പോകും. Even though you're coming here for many things, but also one primary thing is you will have to spend time with God's word. ഹല്ലേലൂയ. ഈ ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഈ ബാലനായിട്ട് ഹന്നയുടെ ധൈര്യം ഭയങ്കരമായി. ഇവനായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തോട് കഴിച്ച എന്റെ അപേക്ഷ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. അടുത്തത്, അതുകൊണ്ട് ഞാൻ അവനെ ദൈവത്തിന് നിവേദിച്ചിരിക്കുക. The first Samuel chapter 1 verse 27 and 28. അടുത്ത ഭാഗത്ത് ഇങ്ങനെയാ പറയുന്നത്, ജീവപര്യന്തം ദൈവത്തിന് അവൻ നിവേദിതനായിരിക്കും. I prayed for this child, the Lord has granted me my request which I have asked him. Therefore I also have given him to the Lord. As long as he lives, he will be given to the Lord. ജീവിതത്തിന്റെ അവസാനം വരെ നീ ദൈവത്തിന് വേർപെട്ടവനാ. Till the end of your life, you remember that you have been set aside for him. ഹല്ലേലൂയ. ഇവനെ ഞാൻ എന്നേക്കുമായി ദൈവത്തിന് വേണ്ടി വേർപെടുത്തി വെച്ചിരിക്കുക. She is giving Samuel as an entire offering to God for the entire life. ചിലർ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി 5 വർഷം കഴിയുമ്പോഴാ Maybe they think that okay, I should just give myself to God after 5 years. ജോലിക്ക് പോകാൻ തോന്നുവാ. Maybe they think that I want to go to work. ഇത് കഷ്ടമുള്ള പരിപാടിയാ. But they think okay, ministering is a very difficult work, so I'm not going to get into it. ഞാൻ ഈ പ്രാവശ്യം മഹാരാഷ്ട്രയിൽ പോയി ഞാൻ മടുത്ത് തളർന്ന് ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ വന്നപ്പോൾ ജെയിനോട് ഞാൻ പറഞ്ഞു, ഇത് പറ്റുന്ന പണി ഞാൻ തോന്നില്ല കേട്ടോ. After I returned back home from Maharashtra, I was completely drained out. സുവിശേഷ വേല പറ്റുന്ന പണിയല്ല. ഈ ഗാവുകളിൽ പോയി വരവ്, സ്തോത്രം. ശനിയാഴ്ച രാത്രി ഉറങ്ങിയിട്ടില്ല. I had not slept the entire രാത്രി night. റെയിൽവേ സ്റ്റേഷനിലേക്ക് മണിക്കൂറുകൾ വരണം. ആ had to വണ്ടി travel to ഓടിക്കുന്നവന് the train. ഉറങ്ങുവാ ഞാൻ നോക്കുമ്പോൾ. Then I was just looking around. അവന് മറാഠി അറിയത്തുള്ളൂ. വണ്ടി കയ്യിൽ നിന്ന് പോകുവാടാന്ന് പറയാൻ പോലെ എനിക്ക് അറിഞ്ഞുകൂടാ. And he doesn't follow my language and I don't follow his language. റോട്ടിൽ നിന്ന് ഇങ്ങനെ പാടം പോലുള്ള സ്ഥലത്ത് പാടത്തുകൂടിയൊക്കെ വണ്ടി പോവുക. He is just driving through all the fields. ഇവനോട് ഒരെണ്ണം കൊടുത്തിട്ട് പറയണ, എടാ ഞാൻ അതറിയത്തില്ല, മറാഠി അറിയത്തില്ല പറയാൻ. Because I don't know Marathi, so I can't just communicate to നിങ്ങൾ him. പലരുടെ ഇരിപ്പോണ്ട് മറാഠി അല്ല അറാമിക്ക് ഞങ്ങൾ ഒരുമിച്ച് പറയാൻ സ്തോത്രം. അങ്ങനെ ആകെ വിഷമിച്ച് യാത്രയെല്ലാം ചെയ്ത് ഇന്നലെ രാത്രി ഇങ്ങനെ അതിനിടയ്ക്ക് വയറും പ്രശ്നം. And so with all this, I was also not feeling so good. അവരുടെ ഭക്ഷണം കാണുമ്പോഴേ എൻ്റെ വയറ്റിൽ പ്രശ്നം ആരംഭിക്കും. When I'm looking at the way that I've been given food, it just really troubles me. പക്കാ ഗാവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗാവ് നിങ്ങൾ കണ്ടിട്ടില്ല. പാസ് ഇന്നലെ രാത്രി ഞാൻ ഇങ്ങോട്ട് പോരാൻ ഇറങ്ങുമ്പോൾ പറയും, ഇവിടെ സിംഹം ഇറങ്ങുന്ന സ്ഥലമാണ്. So the way that I was traveling, the pastor said me that this is a place where lions also come around. ഈ മറാഠിയോട് പറയാൻ അറിയത്തില്ല, പിന്നെ സിംഹം വരുമ്പോൾ. And so how will I just tell him? ഹല്ലേലൂയ. ഞാൻ പിന്നെ കണ്ണടച്ചിരുന്ന അന്യഭാഷ പറഞ്ഞപ്പോൾ സിംഹം വന്നാൽ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും. So I was just speaking in tongues all the way that I was traveling. കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചിട്ട് പോയതാ എഫേസോസിൽ സിംഹ. So
So last week, as I preached here, that we have the lion. മൃഗയുദ്ധം ഉച്ചവേലിൽ പൗലോസ് അങ്ങോട്ട് ഇറങ്ങി നിന്നാൽ അവൻ ബോധം കെട്ട് വീഴുന്ന ശരീരമായിരുന്നു. അതിനേക്കാൾ ശരീരമുണ്ട് എന്തായാലും എനിക്ക്. ഇതെല്ലാം പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് ചെന്ന പുള്ളി പറയുകയാണ് ഇവിടെ സിംഹം ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വന്നായിരുന്നെന്ന്. So the way they were staying, till the entrance of the hotel, we can have the lion visiting. ഞാൻ ഈ പ്രാവശ്യം തീരുമാനം എടുത്ത പോയി അവരുടെ കൂടെ താമസിക്കുക, അവരുടെ ഭക്ഷണം കഴിക്കുക എവിടെയാണെങ്കിലും. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചല്ല ഇവിടെ അങ്ങോട്ട് പോയത്. I just made up my mind that okay, I'm going to be with them, I'm going to have whatever is given, and I did not expect all this. അവിടെ ചെന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് നോർമലായത്. So after one day, I just turned myself into the പക്ഷെ ഭയങ്കര ദൈവപ്രവൃത്തിയായിരുന്നു കേട്ടോ. But God's work was tremendous over there. 4 ഇടത്ത് സഭ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. So we have planted churches in 4 places. ഹല്ലേലൂയ. Hallelujah. അപ്പം ജയൻ എന്നോട് പറയുക പിന്നെ എന്തോ വിചാരിച്ച വേലയ്ക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. ആരെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു നിന്നോടിത് പറഞ്ഞിട്ട് മനസ്സിലാകത്തില്ല, അവിടെ പോയാലേ ശരിയാകുള്ളെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇവനെ ഇവിടെ മരണം വരെ as long as he lives, ദൈവത്തിനായി വേർപെടുത്തി വെച്ചിരിക്കുക. he is being given or set aside for God. ഹല്ലേലൂയ. ദൈവം നിന്നെ വേർപെടുത്തിയത് And so God has kept you aside 3 മാസം വരെ നിൽക്കാനല്ല, not just for 3 months, മരണം വരെ. for this entire life, മരണം വരെ. for your entire life. അവനെ ആരാധിക്കാൻ ഇറക്കിയത് മരണം വരെ നിൽക്കാനാ. He has chosen you to worship him till your entire life. നിനക്ക് മനസ്സില്ലേ? Don't you have the heart? എന്തു ചെയ്യാനാ? And so what is it? പക്ഷെ ഒരു കാര്യം, ഒരു സത്യം വേദപുസ്തകം പറയുകയാണ്, ഇത് മരണം വരെ. കഴുത്തെ വാള് വെച്ചാലും മരണം വരെ. And even if there's a point of test, സിംഹം വന്നാലും മരണം വരെ. even if there's a lion that I'll have to encounter, വെള്ളത്തിൽ മുങ്ങിയാലും മരണം വരെ. even if I had to drown in the sea. അതാ പൗലോസ് കാണിച്ചു തന്നത്. And that's what Paul is അതാ പൗലോസ് കാണിച്ചു തന്നത്. That's what Paul is demonstrating. ഹല്ലേലൂയ. വെള്ളത്തിലുള്ള ആപത്ത്, കരയുള്ള ആപത്ത്, ആമേൻ, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, ആമേൻ, സിംഹത്താലുള്ള ആപത്ത്, പക്ഷെ ദൈവത്തിനായി നിവേദിക്കപ്പെട്ടിരിക്കുകയാ. Even though there's trouble everywhere in the land, in the sea, in the animals and people, but still you're being chosen for God. ഇന്ന് പകൽ ഇതിനൊക്കെ തീരുമാനമെടുക്ക്, ദൈവത്തിനായി മരണം വരെ വേർപെട്ടവനാ ഞാന്. And you will have to make up your mind that till my entire life, on my death, I'm going to be set aside ഇല്ല, for God. എന്നെ തന്നെത്താൻ വിട്ടുകൊടുക്കത്തില്ല. But either you may think up like, no, I'm not going to give in myself. എത്രവർക്ക് ആമേൻ പറയാൻ പറ്റും? How many of you are going to say that? എത്രവർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ മരണക്കുഴിയിൽ വീണാലും അവിടെ നിന്നെ തേടി ഒരു ദൈവശബ്ദം വരും. Even if you are in the death pit, there's going to be God's voice looking for you. ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി ദൂത് പറയാം. സ്തോത്രം. എത്ര തകർച്ച വന്നാലും ദൈവം വിട്ടുകളയത്തില്ല. Even though you have faced lots of ദൈവം വിട്ടുകളയത്തില്ല. God is never going to put you ഇതിനകത്തിരിക്കുന്ന down. ഒരുപാട് പേർക്ക് സാക്ഷ്യങ്ങൾ പറയാനുണ്ട് ആ വിധത്തില്. ഇല്ല, ദൈവം വിട്ടുകളയത്തില്ല. God is not ever going to put you down. ഏത് സിംഹക്കുഴിയിൽ നീ വീണാലും Even if you had been into the lion's den, ദൈവത്തിന്റെ ശബ്ദം അവിടെ നിന്നെ തേടി വരും. God's voice is going to come seeking you there. ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് മേല് And all the things which are really troubling you. മറുപടികൾ ഇല്ലാതെ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്നെങ്കിൽ So all the unanswered problems നിന്നെ that you തേടി ഒരു face, ശബ്ദം വരും. there's a voice which is going to come looking for നിന്നെ you. തേടി ഒരു ശബ്ദം വരും. There's going to be a voice which is coming ഓ, looking for you. വിശ്വസിക്കുന്നവർ ആമേൻ പറ. Tell an amen. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ആ ശബ്ദം നിനക്ക് ഇന്ന് പകൽ മനസ്സിലാകത്തില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പ് പറയാം, ആ ശബ്ദം നിന്നെ തേടി വരും. Maybe you don't understand that voice right now, but it is going to ഹല്ലേലൂയ, come seeking you. ഹല്ലേലൂയ. ഒരുപക്ഷേ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം, നീ ആഴക്കിണറുകളിലായിരിക്കാം, പക്ഷേ അവിടെ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ് ഒരു ശബ്ദം നിന്നെ തേടി വരും. Now even if you're there, you feel like you can't കൈയടിച്ച് പിടിച്ചോ, understand it. കെടുത്തോ, കാമേ, കൈയടിച്ച് വായികളെ തുറന്ന് Grab it as it is the time that God is going to give it to you. ഹല്ലേലൂയ. വിശ്വസിച്ചോ, വായ തുറന്ന് കൈകളടിച്ച് യേശുവിന് നല്ല ആരാധന കൊടുക്ക്. അവിടെ നിന്നെ തേടി ദൈവത്തിന്റെ ശബ്ദം വരും. They are going to become looking for you. ഹല്ലേലൂയ. ഉണങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. God is not just going to be പാറമേൽ വീണ വിത്താകാൻ ദൈവം സമ്മതിക്കത്തില്ല. He's not going to be just dried up like that. നീ എവിടെ ചെന്നാലും അവിടെ ഒരു ശബ്ദം നിന്നെ തേടി വരും. Wherever you go, that's going to be his voice seeking for you. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം.
ദൈവം തന്റെ നാദം അതിശയമായി മുഴക്കുന്നു. ഓ, God thunders നമുക്ക് marvelously with his voice. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. He does great things which we cannot എത്ര comprehend. പേർക്ക് ആമേൻ പറയാൻ പറ്റും ഇന്ന് പകൽ? ഇന്ന് പകൽ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ ശബ്ദം നമ്മളെ തേടി വരും. I'm telling you that God's voice is going to come looking for ഇയ്യോബിന്റെ you. ജീവിതാനുഭവത്തിലുള്ള കാര്യമാ. ഇയ്യോബ് പറയുകയാണ്, ദൈവം തന്റെ നാദം. Job is telling about his life experiences that his ഏതാ voice. ദൈവത്തിന്റെ നാദം? So what is his voice? ദൈവത്തിന്റെ വാക്കാകുന്ന വചനമാണ് ദൈവത്തിന്റെ നാദം. His voice is something that is we have as in our hands as scripture. അത് നിനക്ക് വേണ്ടി അതിശയമായി, And that is going to be coming marvelously. അതിശയമായി. It's going to come as a miracle for you. പത്രോസിനെ അതിശയത്തിലാക്കി ഒരു വാക്കുണ്ടായിരുന്നു, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക. There was a marvelous word which was given to Peter. ദൈവത്തിന്റെ നാദം അതിശയമായി പത്രോസിന് വേണ്ടി മുഴങ്ങി. His voice miraculously worked there for him. ഇതുപോലെ നിനക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി ദൈവത്തിന്റെ നാദം അതിശയമായി ഇന്ന് പകൽ മുഴങ്ങുകയാ. God's voice is going to be thundering marvelously for you and your family for all the concerns that you have. ആ നാദമുണ്ടല്ലോ, And that voice, ആ നാദം എന്ന് കേൾക്കുമ്പോഴേ ദൈവവചനത്തിൽ നിങ്ങൾ കണക്ട് ആകണം. You ആ have നാദം എന്ന് പറയുന്ന ദൈവത്തിന്റെ വാക്കാണ്, ദൈവത്തിന്റെ വചനമാണ്. and that voice is related to his promise and his word ആ that is given. വചനം നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത That scripture is going to do things, മഹാകാര്യങ്ങളെ, is going to be accomplishing greater things നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ which we cannot even comprehend. ഈ നാദം മുഴക്കുകയാണ്. This voice is going to accomplish it. ആർക്കൊക്കെ വേണ്ടിയ നാദം ഇപ്പോൾ മുഴങ്ങുന്നു? For someone here, the voice is being blown ആരുടെയൊക്കെ up. കുടുംബത്തിന് വേണ്ടിയ നാദം ഇപ്പോൾ മുഴങ്ങുകയാ. For someone here, there's family, the voice is being നിന്റെ blown up. സൗഖ്യത്തിന് വേണ്ടി, നിന്റെ വിടുതലിന് വേണ്ടിയ നാദം ഇന്ന് പകൽ മുഴങ്ങുകയാണ്. For your healing, for your welfare, God's voice is going to be thundering up. അത് മുഴങ്ങുമ്പോൾ As it is being echoed, നമുക്കത് മനസ്സിലാകത്തില്ല. maybe you can't understand it. അത് മുഴങ്ങുമ്പോൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. Maybe you can't comprehend it. അവന്റെ നാദം എപ്പോഴും നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്താണ്, And all his voice is beyond our നമ്മുടെ calculations, ചിന്തകൾക്കപ്പുറത്താണ്. beyond our thoughts. ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയോട് ഇന്ന് പകൽ പറയുകയാണ്, നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ നാദം, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ മുഴങ്ങുകയാണ്. God's voice, God's word, and his scripture and his plans are being marveled out for you over there. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നാദം, ആ വചനം, ആ ശബ്ദം, സ്തോത്രം നിനക്ക് വേണ്ടി മഹാകാര്യങ്ങളെ ചെയ്തിരിക്കും. That marvelous voice is going to accomplish greater things for you. മഹാകാര്യങ്ങളെ, വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കും. It's going to be doing some astonishing factors for you. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് പറയുന്നത്. And that is why I emphasize in listening to God's voice. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ബൈബിൾ വായിക്കണം. So every day before you step out of the house, you must make നിങ്ങൾക്ക് sure വേണ്ടി you read ദൈവം scripture. രാവിലെ തന്നെ നാദം മുഴക്കുവാൻ തയ്യാറായി നിൽക്കുകയാ. And so even in the morning, God is ready to blow up his horn for you. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊരു നാളും മുട്ടുണ്ടാവകത്തില്ല. The Lord is my shepherd, so I shall not നാദം be in want. മുഴങ്ങി കഴിയുകയാ. As the voice is being blown ആ up, രാവിലെ നാദം മുഴങ്ങി കഴിയുകയാ. as I'm hearing out his voice, ജാതികളെ പോലെ ജീവിക്കരുത്. you don't have to live like the others. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജോലിക്ക് പോകരുത്. Not as I eat my food and leave ദൈവം for my work. ഇല്ലാത്തവരെ പോലെ നീ ആകരുത്. You don't act like as if you don't have റാഫ God. ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ആമേൻ, ആരാധനയ്ക്ക് വരുന്ന മുഴുവൻ കുടുംബങ്ങളും രാവിലെ മുതൽ നാദം കേൾക്കണം. Each and every single family here must make sure that you hear the God's voice. Every രാവിലെ മുതൽ നാദം കേൾക്കണം. Every morning you must begin with എന്തിനു hearing his വേണ്ടിയാണെന്ന് voice. അറിയാമോ? അന്നേ ദിവസം, For that days, അന്നേ ദിവസം. for that days, ഇന്ന് ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ്. today is ഇന്ന് February 16th. രാവിലെ നാദം മുഴങ്ങിയില്ലെങ്കിൽ നിനക്ക് ഗ്രഹിച്ചു കൂടാത്ത കാര്യങ്ങൾ ഇന്ന് എങ്ങനെ സംഭവിക്കും? Now if you don't hear his voice, how do you expect greater things to happen for you? നിങ്ങൾക്ക് മനസ്സിലാകുന്നോ കുഞ്ഞുങ്ങളെ? മനസ്സിലാകുന്നോ? Are you able to ഹല്ലേലൂയ. follow me? ഇന്ന് നാദം ഞാൻ കേട്ടില്ല എങ്കിൽ, If I don't hear his voice and start my day, ഓ ഹല്ലേലൂയ, നാദം കേട്ടില്ലെങ്കിൽ, if I don't hear his voice, എനിക്ക് ഗ്രഹിച്ചു കൂടാത്ത കാര്യങ്ങൾ ഇന്നേ ദിവസം ദൈവത്തിന് എനിക്ക് വേണ്ടി എങ്ങനെ ചെയ്യാൻ പറ്റും? how will God do greater things which I can't even think of in my life?
എനിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ നാദം കേൾക്കണം. If I want him to accomplish greater things, then I should be able to hear his എനിക്ക് voice. വേണ്ടി ദൈവപ്രവൃത്തികൾ വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം ഞാൻ കേൾക്കണം. If I want God to act for me, then I'll have to hear his ആ word. വചനമാണ് എനിക്ക് ഗ്രഹിച്ചുകൂടാത്ത അത്ഭുതമായി മാറുന്നത്. That scripture is what is going to turn into a greater miracle for me. എവിടെയാണ് നിനക്ക് പരാജയം സംഭവിച്ചതെന്ന് മനസ്സിലായോ? Are you able to comprehend and see where have you missed? എവിടെയാണ് നിങ്ങൾ തളരുന്നതെന്ന് മനസ്സിലായോ? Where are you getting weakened up? എവിടെയാണ് നിങ്ങളുടെ വീഴ്ചയെന്ന് മനസ്സിലായോ? നാദം കേൾക്കാതിരിക്കുന്നതാണ്. When you don't hear his voice. പിശാചിന്റെ വലിയൊരു തന്ത്രമാണ് സ്തോത്രം, നീ നാദം കേൾക്കരുത്. Satan makes a desire that you don't നാദം listen നീ to the word. കേൾക്കരുത്. You don't listen to his voice. എന്നാൽ നാദം കേട്ട് കഴിഞ്ഞാൽ നീ ഒരു അത്ഭുതമായി മാറും. Because if you hear him, you will turn into a ആർക്കും miracle. ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നിന്റെ കൈകളിൽ ദൈവം എത്തിക്കും. You will be able to apprehend greater things in your hands. ഇന്ന് പകൽ തീരുമാനമെടുത്ത് ഈ ആലയം വിട്ട് നിങ്ങൾ പുറത്തിറങ്ങാവോ? You have to make up a mind. നാദം and then leave the കേൾക്കാത്ത ഒരു church. ദിവസം പോലും ഉണ്ടാകത്തില്ല. I'm not going to have a day ഓ where I don't hear his ഷാബാന voice. റാബാന ഹശസിയാനിയ, നാദം കേൾക്കാത്ത ഒരു ദിവസം പോലും There's not going to be a day where I don't hear his voice. എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. There's no day that I'm going to start without hearing his voice. ദൈവമുള്ളവനും ഇല്ലാത്തവനും നമ്മൾ വ്യത്യാസം മനസ്സിലായോ? Are you able to know the difference between the one that have ദൈവമുള്ളവൻ God? നാദം ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കും. The one who has God always hears him out every time. പാസ്റ്റർ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ബൈബിൾ വായിക്കാൻ എന്നെ കൊണ്ടാകത്തില്ല. Now ഓൾറൈറ്റ്, maybe you സമ്മതിച്ചു. may say, എന്നാൽ നിനക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഇതല്ലാതെ ഒരു വഴിയുമില്ല. Now if you want a marvelous things to happen, then you will have to make sure that you do it. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ആമേൻ പറ. നാദം കേൾക്കുവാൻ നിങ്ങൾ എത്ര പേർ തീരുമാനമെടുക്കും ഇന്ന് പകല്? How many of you have made up your mind that you're going പ്രൈസ് to ദി listen ലോർഡ്. to him every അതൊരു day? ബോംബ് സ്ഫോടനമാക്കി പരിശുദ്ധാത്മ മാറ്റിയെടുക്കും. God is going to turn it into a greater thing. ഹല്ലേലൂയ. അടയാളങ്ങൾ അത്ഭുതങ്ങളായി മാറാൻ പോവുകയാണ്. And the signs and wonders shall happen. നിന്റെ ഭവനം ഒരു അതിശയത്തിന്റെ ഭവനമായി മാറാൻ Your പോവുകയാണ്. home is going to turn into a നിന്റെ miraculous home. തലമുറയുടെ മേലെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് പകൽ ഈ തീരുമാനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ശക്തിയെ പകരുകയാണ്. God's mantle is going to be given into your generation as you have made up this decision. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. ഞാൻ പഠിച്ച സെമിനാരിയുടെ ഡയറക്ടർ ഡോക്ടർ അലക്സാണ്ടർ ഫിലിപ്പ്, The seminar where I was at learning my career, the professor over there, ലുധിയാന മെഡിക്കൽ കോളേജിൽ നിന്നും ഫസ്റ്റ് റാങ്കോടുകൂടി മെഡിസിൻ പാസ്സായ ആളാ. he has cleared up his medicine degree from Ludhiana. ഇന്ത്യൻ ഗവൺമെന്റ് അദ്ദേഹത്തെ ന്യൂയോർക്കിൽ ഉപരിപഠനത്തിന് വേണ്ടി സ്കോളർഷിപ്പോട് കൂടി പറഞ്ഞു വിട്ട മനുഷ്യനാ. He has been sent by the Indian government to the New York with a scholarship to learn further. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് അദ്ദേഹം ഒരു ഫുൾ ടൈം പാസ്റ്റർ ആണ്. But by God's grace, he is into a full-time minister. ബീഹാറിൽ ഒരു മിഷണറിയാണ്. He is being a missionary in Bihar. അദ്ദേഹത്തിന് ഒരു തിരുവല്ലയിൽ ഒരു സെമിനാരി ഉണ്ട്. He has a seminar in Tiruvalla. ആ സെമിനാരിയിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്ത ആളാണ് ഞാൻ. And I got graduated from there. അദ്ദേഹത്തിന് ടെസ്റ്റ് മണിയുടെ 2 സെന്റൻസ് ഞാൻ നിങ്ങളോട് പറയാം. I'm going to tell you 2 sentences of his നാദം testimony. കേൾക്കാത്തവൻ ജീവിതത്തിൽ പരാജയപ്പെടുകയും The one who doesn't hear his voice is going to have നാദം failures in his കേട്ടവൻ life. ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുകയും ചെയ്യുമെന്ന്. And the one who hears his voice is going to be always exalted in his life. തന്റെ പിതാവ് ഉന്നതമായ ഒരു ജീവിത സാഹചര്യങ്ങൾ ഉള്ളവനായിരുന്നു. Even though his father was a person who has got all the comforts in his home. അവർക്ക് 3 ആൺമക്കളാ ഉള്ളത്. They എന്റെ were ഓർമ്മ having 3 brothers. എല്ലാ ദിവസവും വൈകിട്ട് 7:30 ഈ 3 കുഞ്ഞുങ്ങളും മുട്ടിന്മേൽ നിൽക്കണം പ്രാർത്ഥിക്കാനായിട്ട്. So even though they had everything that they want, but still by every day evening they'll have to kneel down and pray. ആ 3 പേരും മുട്ടിന്മേൽ നിന്ന് അവർ പ്രാർത്ഥിക്കും. All 3 of them, they kneel down and pray. അന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ പ്രാർത്ഥനയുടെ ഒടുവിൽ 3 പേരും ബൈബിൾ വായിക്കണം. And after praying, they have to spend time reading the Bible. ഇതൊന്നും ഇന്നത്തെ തലമുറയോട് പറഞ്ഞ മനസ്സിലാകത്തില്ല. എന്നാൽ മാതാപിതാക്കൾ പറഞ്ഞാൽ അല്പമെങ്കിലും മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരുക. Even though this young generation may not realize the importance of it, but as parents we must. എന്നെ ഒരു പഴഞ്ചൻ ഉപദേശിയായിട്ട് തോന്നിയേക്കാം. Maybe you think that I am not that updated. പക്ഷെ എന്റെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നിങ്ങളാരും പിശാചിന്റെ ചതിക്കുഴിയിൽ വീഴരുത്. But I just have one desire, that you don't fall into a pit of ഇവിടെ Satan. വരുന്ന ജനമെല്ലാം നിത്യതയിലെത്തണം. I want each and every soul here to reach the eternity. ദൈവത്തിന്റെ പദ്ധതി വലുതാണെന്ന് എനിക്കറിയാം. I know God has greater plans. അങ്ങനെ ആ 3 പേരും മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. As 3 of them were praying on their knees. മുട്ടിൽ നിന്ന് ബൈബിൾ വായിക്കും. And they would read Bible standing on their knees. സ്തോത്രം.
അതിനെ തുടർന്ന് എൻ്റെ പിതാവ് ഒരു ചെറിയ ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. 10 പിള്ളേരുള്ള ഒരു വീടിനകത്തുനിന്ന് 10 കുഞ്ഞുങ്ങളുള്ള ഒരു ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. And then their father had started a small Bible school with just 10 people there. അതിന്റെ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നിന്റെ ഗ്രാജുവേഷൻ ആയിരുന്നു. And we had the graduation the other day. ഓരോ വർഷം 120-130 പേര് അവിടെ നിന്ന് ബൈബിൾ പഠിച്ച് പുറത്തിറങ്ങും. And there used to be 100 or 120 people getting passed out. ഹല്ലേലൂയ. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അന്ന് നിന്ന് ബൈബിൾ വായിച്ചതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും ഫലവും നന്മയും അനുഗ്രഹമാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം. So those days where we have been kneeling down and praying and spending time for scripture is the harvest that we are experiencing now. ഈ നല്ല കാര്യങ്ങൾ വിട്ടുകളഞ്ഞാൽ And if you're going to give up all നാളെ these നിങ്ങൾ good കരയേണ്ടി വരും കേട്ടോ. things, maybe you won't have a greater ഈ future നല്ല like this. കാര്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ, But if you're ready to embrace all these good things, പിതാക്കന്മാരെ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. now I'm telling you all the fathers, നിങ്ങളുടെ ഭവനത്തിലെ പ്രാർത്ഥനയുടെയും ബൈബിൾ വായനയുടെയും മാതൃക നിങ്ങളായിരിക്കണം. you will have to be the example of reading the Bible and മകനെ praying. ആരാധനയ്ക്ക് കൊണ്ടുപോയത് അബ്രഹാമായിരുന്നു. Maybe he was a father who was taking the children to the church. സാറയല്ല ആരാധനയ്ക്ക് കൊണ്ടുപോയത്. It was not the mother who was taken to the church. ഒരു പുതിയ ജനറേഷൻ ഇതിനകത്ത് എഴുന്നേൽക്കണം. There's going to be a new generation coming വസ്ത്രം out. കൊണ്ടല്ല പുതിയ ജനറേഷൻ, Not just with their ഹെയർ clothing, സ്റ്റൈൽ കൊണ്ടല്ല പുതിയ ജനറേഷൻ, not by their hairstyles, അഭിഷേകം കൊണ്ട്. but with the anointing. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ വായന കൊണ്ട്, By reading the scripture, പ്രാർത്ഥന കൊണ്ട് by prayer, സ്വർഗീയ വെളിപ്പാടുകളെ പ്രാപിക്കുന്ന by the heavenly revelation. ഒരു ജനറേഷൻ ഇതിനകത്ത് നിന്ന് ജനിക്കാൻ We പോവുകയാണ്. need to have a generation who's going to give birth in that way. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഉയർന്നവരെല്ലാം പിറകിൽ വില കൊടുത്തവരാ. And all those people who are exalted today has already paid the price. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ബൈബിൾ വായിക്കാതെയും, But today when you don't read the ഇന്ന് scripture, പ്രാർത്ഥിക്കാതെയും and today when you don't pray, നടക്കുന്നവരെല്ലാം താഴ്ചയിലേക്ക് പോകുമ്പോൾ, and as those people like that are getting down, ഇന്ന് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും സഭയോട് ചേർന്ന് നിൽക്കുകയും ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ, and now if you're going to stay along with what നാളെ these people നിങ്ങളുടെ are മുൻപിൽ telling ഒരു you, വലിയ ഭാവിയുണ്ട്. tomorrow there's going to be a greater future kept for you. ഹല്ലേലൂയ. ഡ്യൂപ്ലിക്കേറ്റ് അഭിഷേകം പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. I'm not here just to duplicate something. ഡ്യൂപ്ലിക്കേറ്റ് ഉണർവ് പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. I'm not here to tell you something which is not ഹല്ലേലൂയ. real. ദൈവം തന്റെ നാദം അതിശയമായി മുഴക്കുമ്പോൾ, When God is going to give his voice in a marvelous manner, അതിരാവിലെ പിടിച്ചെടുക്കുന്ന, try to grab it in the morning. അതിരാവിലെ പിടിച്ചെടുക്കുന്ന, Try to grab it up in the morning. ഹല്ലേലൂയ, ഒരു ജനത്തെ ദൈവം ആഗ്രഹിക്കുന്നു. God is desiring a crowd in that way. ഒരു ജനത്തെ ദൈവം ആഗ്രഹിക്കുന്നു. God is expecting a generation to rise up in the way. അങ്ങനെ ഒരു തലമുറ ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കണം. Let that generation rise up in that way. ഞാൻ അത്യപൂർവ സമയങ്ങളിൽ മാത്രമേ വചനം പ്രസംഗിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ളൂ. There are very few times when I was preaching, I have just been broken down. എനിക്ക് വേണ്ടിയല്ല എൻ്റെ ഹൃദയം ഇന്ന് ഉറങ്ങുന്നത്. ഇന്ന് പകല് My heart is getting crushed, not for myself, എന്നെ ഏൽപ്പിച്ച ജനം but the people that whom I have been assigned. നിത്യതയിലെത്തുവോളം Until them, as they reach their eternity, ഞങ്ങൾക്ക് വിശ്രമമില്ല. we can't have rest. ഹല്ലേലൂയ. നാദം കേൾക്കുന്നവരായി And as you hear his voice, നിങ്ങൾ മാറിയാൽ, and if you change yourself into that, നിങ്ങൾക്ക് ഗ്രഹിച്ചുകൂടാത്ത things which you can't even comprehend, മഹാകാര്യങ്ങളെ greater things നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത്, in your own home, നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് inside your own family, ദൈവത്തിന് പകരുവാനുണ്ട്. God is wanting to share it in. ഞാൻ വിഷമിച്ചതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. It is not that you two have to feel sad, പക്ഷേ മാനസാന്തരം ഉണ്ടാകണം. but I expect repentance. മടങ്ങി വരവുണ്ടാകണം. I expect you to come back. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ നല്ല ആമേൻ പറ. Tell an amen. ദൈവ ശബ്ദം, God's voice. ദാവീദല്ലേ പറഞ്ഞത്, കഷ്ടങ്ങൾ വന്നത് എനിക്ക് നന്നായി അല്ലേ? David is the one who said, I had encountered lots of miserable എന്താ things, സംഭവിച്ചേ? and it's for the good. What happened? കഷ്ടങ്ങൾ വന്ന ബൈബിൾ വായിക്കാൻ ഒത്തിരി സമയം. ഹല്ലേലൂയ.
പിന്നെയാണ് ഭയങ്കര തിരക്ക്, പിടിച്ചാൽ കിട്ടത്തില്ല, എന്ത് ചെയ്യാനാ. സ്തോത്രം. ദൈവശബ്ദം കേൾക്കണം. You will have to make sure that you hear his voice. എത്ര പേർ തയ്യാറാകും? How many of you are ready for that? ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പാമേ നിങ്ങളെ പഠിപ്പിച്ച ശേഷം ഞാൻ നിർത്താൻ പോവുക. I'm going to teach you one more thing. ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തോട് അനുസരണമുള്ളവരാകണം. Even in the smallest things, you make sure that you have obedience to him. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം 4-ാമത്തെ വാക്യം വായിക്കാം. Be obedient. ചെറിയ കാര്യങ്ങളിൽ പോലും തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആടുകളുടെ സ്വഭാവമുണ്ട്, ഇടയനെ അനുഗമിക്കും. All these sheep, they have a tendency to follow their shepherd. യേശു പറയുന്നു ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം പറഞ്ഞ ശേഷം യേശു പറയുക, ഈ ആടുകളുടെ മുന്നമേ ഞാൻ നടക്കുകയാണ്. And so Jesus, after explaining the relationship between the shepherd and the sheep, he says, I walk before the sheep. ഈ ആടുകളുടെ മുന്നമേ ഞാൻ നടക്കുന്നത്, As I walk before the sheep, എന്റെ ശബ്ദം കേട്ട് as they follow my voice, അവ എന്നെ അനുഗമിക്കുന്നു. and they follow me. ആടുകൾ ഇടയനെ അനുഗമിക്കണം. And so the sheep is supposed to follow the shepherd. ഇടയന്റെ ഏത് ചെറിയ ശബ്ദവും, നാം യേശു തമ്മിലുള്ള ബന്ധം ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധമാണ്. We and God, we have the relationship like the നമ്മുടെ shepherd and the sheep. കർത്താവിന്റെ ഏത് ചെറിയ ശബ്ദവും And even a small voice of God, നിങ്ങൾ അനുസരിക്കണം. you have to make sure that you are ഈ obedient to it. പറഞ്ഞു തരുന്ന എല്ലാം ദൈവത്തിന്റെ ശബ്ദങ്ങളാണ്. And whatever things that is being told to you, ഈ ശബ്ദം നിങ്ങൾ അനുസരിക്കണം. you will have to really comply with it. ദൈവം പലപ്പോഴും വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മോട് സംസാരിക്കും. God might tell even the small things to us. ബൈബിൾ വായിക്കണം എന്നുള്ള വളരെ ചെറിയൊരു കാര്യമല്ലേ. Now we think it's a very small thing just to read scripture. അതുപോലും ഇത് LKG കാരോട് പറയുന്ന പോലെയാണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും ഇടയൻ പറയുമ്പോൾ ആടുകൾ അത് ആ ശബ്ദം കേട്ട് ആ ഇടയന്റെ പിറകെ പോകണം. And so even it is the smallest thing, the sheep is supposed to follow the shepherd by hearing his voice. ഏലിയ മരിക്കാൻ കിടക്കുന്നു. And when Elijah was about to die, ദൂതൻ അവനെ തട്ടി ഉണർത്തുകയാ. but the angel had come to wake him up. എഴുന്നേറ്റ് തിന്നുക. And he told him to rise up. അതിനുശേഷം 40 ദിവസത്തോളം അവനെ ദൈവം നടത്തി. And then he had been asked to walk for 40 days. ഹോരേബോളം എത്തിക്കഴിഞ്ഞപ്പോൾ And after he reached the Horeb, അവിടെ അവൻ പാർത്തു. and he was settled there, ദൈവം അവന് വെളിപ്പെട്ടു. and God was he was having an encounter ദൈവം with God. വെളിപ്പെട്ട ശേഷം And after he had got an encounter with God, 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനമാണ് ഞാൻ ഇതിന്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വചനം. സ്തോത്രം. ഭൂകമ്പത്തിന്റെ ശേഷം നോക്കണേ, ഇവിടെ കാണുന്നത് ദൈവത്തിന് സ്തോത്രം, വലിയ കാറ്റ് വന്നു, അതിനകത്ത് ദൈവം ഉണ്ടായിരുന്നില്ല. 2, വലിയ തീ വന്നു, അതിനകത്ത് ദൈവം ഉണ്ടായിരുന്നില്ല. we can see that there was a Lord passing by, a great strong wind was there, but even in that they could not find God. അതിനെ തുടർന്ന് വലിയ ഭൂകമ്പമുണ്ടായി, അതിനകത്തും ദൈവം ഉണ്ടായിരുന്നില്ല. And there was a greater earthquake and still he could not find God there. അതിനുശേഷം ഒരു മൃദു ശബ്ദം, But there was a very still small voice. ഒരു മൃദു ശബ്ദം ഏലിയാവിനോട് ദൈവം ഇടപെടുകയാണ്. And in his still small voice is what God was just speaking to ഏലിയാവേ, him. മരിക്കാൻ കിടന്ന നിന്നെ അവിടെ നിന്ന് തട്ടി ഉണർത്തിയത്. As Elijah was about to die, God has rose him up. ഒരു ഇസബേലിന്റെ മുമ്പിൽ തളർന്നു പോകാതിരിപ്പാൻ എന്നെ ശക്തിയെ നിന്റെ മേൽ ഞാൻ പകർന്നത്. And so I had given my power so that you wouldn't tremble in front of Jezebel. അവിടം കൊണ്ട് പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല എന്ന് പറഞ്ഞ് മരണത്തിനായി കാത്തിരിക്കുമ്പോൾ അവിടം കൊണ്ട് തീർപ്പ് കൽപ്പിക്കാതെ എഴുന്നേൽപ്പിച്ച് ഞാൻ നിന്നെ വിട്ടത്. And so I have raised you up so that you don't feel guilty about yourself. അതിനേക്കാൾ വൻ കാര്യങ്ങൾ ഞാൻ നിന്നെ കാണിപ്പിക്കാൻ പോവുക. I'm going to show you the greater things than that. മരണത്തിന് വേണ്ടി കാത്തിരുന്നു, പക്ഷെ നടന്നില്ല. ദൂതൻ വന്ന് തട്ടി ഉണർത്തി അവൻ ചുട്ടയടയും കൊടുത്ത ശേഷമായിരുന്നു ദൈവം അവന് വെളിപ്പെട്ടു. Even though he was expecting his death, but angel came and rose him up and then empowered him. ഏലിയ പറയുന്നു, നിന്റെ ജനം ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. ദൈവത്തിന് സ്വന്തം അവരെല്ലാവരും തകർത്തു കളഞ്ഞു. ഞാൻ ഒരുവൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. And so Elijah was thinking that even though all the people went away from God, he's the only one left.
ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. And he believed ഏലിയാവേ, that നീ മാത്രമേ അവശേഷിക്കുന്നുള്ളൂവെങ്കിൽ നിന്നെ ഞാൻ ചിലത് കാണിച്ചു തരാമടാ. And so even though you are the only one left, God is telling, I'm going to show you something. ഒരാളെങ്കിലും എനിക്ക് വേണ്ടി ആമേൻ മാറി നിന്നാൽ, If there is one individual who is ready to set aside for God, ഒരാളെങ്കിലും എനിക്ക് വേണ്ടി നിവേദിക്കപ്പെട്ട് നിന്നാൽ, if you're going to set apart yourself for God, ഞാൻ ചിലത് കാണിച്ചു തരും. I am ready to show you certain things. ഏലിയാവിന്റെ മുന്നമേ ദൈവം സ്വയമായി ഒന്ന് വെളിപ്പെടുകയാ. And God was just revealing himself to Elijah. അതിങ്ങനെയായിരുന്നു. എന്റെ പ്രവൃത്തിയുടെ എനിക്ക് ഭൂകമ്പം ആമേൻ പുറപ്പെടുവിക്കണമെങ്കിൽ എനിക്കതിന് സാധ്യതയുണ്ടടാ ഏലിയാവേ. So it was like I could do everything that I really wanted to. തീ അയക്കണമെങ്കിൽ അതിനുള്ള സാധ്യതയും എനിക്കുണ്ട്. If you want an earthquake, I can still do that. കൊടുങ്കാറ്റ് അയക്കണമെങ്കിൽ അതിനുള്ള സാധ്യതയും എനിക്കുണ്ട്. I still have the capability to put in the fire. ഇതിനകത്തിരിക്കുന്ന ഒരു ദൂത് ഞാൻ പറയും, നിനക്ക് വേണ്ടി ഭൂകമ്പം അയക്കുവാൻ ദൈവത്തിന് സാധിക്കും. God is capable of even sending an earthquake. കൊടുങ്കാറ്റ് അയക്കണമെങ്കിൽ ദൈവം അതും ചെയ്യും. If there is a requirement for wind, he would do that. തീ അയക്കണമെങ്കിൽ ദൈവത്തിന് അതിനുള്ള സാധ്യതയുമുണ്ട്. He has all the ability even to send the എന്നാൽ fire ഈ for you. സമയത്തൊന്നും നീ കേൾക്കാത്തൊരു മൃദു ശബ്ദം അതിനുശേഷം നിന്നെ തേടി വരും. But something which you have been missing, there's going to be the voice Hallelujah. which is there, looking for you. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്ന ഏത് ചെറിയ ശബ്ദവും അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി മഹാത്ഭുതങ്ങളെ വെളിപ്പെടുത്തും. If you are ready to follow and obey even a small voice, God is going to do things. ശബ്ദത്തിന് വലിപ്പം അനുസരിച്ചല്ല ദൈവം ഇടപെടുന്നത്. It is not about how great the voice is. അനുസരണത്തിന് ആഴം അനുസരിച്ച് ഇടപെടുന്ന ഒരു ദൈവം. He is going to interfere and perform things ആമേൻ. by your level of ഭൂകമ്പത്തിന്റെ obedience. ശബ്ദം വലുതല്ലായിരുന്നോ? Wasn't the sound of earthquake greater? കൊടുങ്കാറ്റിന്റെ ശബ്ദം വലുതല്ലായിരുന്നോ? Was not the wind's voice much louder? തീയുടെ ചൂട് വലുതല്ലായിരുന്നോ? Was not the fire burning so അവിടെയല്ല hotter? ദൈവം ഇടപെട്ടത്. But to not all of that, God was അതെല്ലാം എന്റെ interfering. പ്രവൃത്തികളാണ്. But it was just his acts. അതെല്ലാം എന്റെ പ്രവൃത്തികളാണ്. But it was just all his acts of hands. എന്നാൽ ഒരു മൃദു ശബ്ദമായി വെളിപ്പെട്ടതുപോലെ ദൈവസഭയിൽ ഇരിക്കുന്ന ജനത്തോട് ദൈവം മൃദു ശബ്ദമായി വെളിപ്പെടുമ്പോൾ അതനുസരിക്കാൻ തയ്യാറായാൽ നീ വലിയത് ചെറുത് കാണാൻ പോവുകയാണ്. But it was just through the small voice that he has communicated, and if you obey it, you're going to see greater things. ദൈവാത്മാവിൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ തീ വെളിപ്പെടുന്ന പകലായത്. And this is the time that God's fire is going to be revealed out here. ചിലതിനെ അവൻ ചുട്ട് കരിച്ചു കളയും. He is going to be burning into ashes certain things. ഹല്ലേലൂയ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ നിന്നെ വീഴ്ത്താതിരിക്കുവാൻ വേണ്ടി വെളിപ്പെടുന്ന പലതിനെയും ദൈവത്തിന്റെ തീ ഇന്ന് പകൽ ചുട്ട് കരിച്ചു കളയും. Certain things, God is going to burn it up into ashes, which is destroying yourself. ഭൂകമ്പം അയച്ചു ചിലതിനെ കീഴ്മേൽ മറിക്കും. God is going to send an earthquake and turn things upside down. ഭൂകമ്പം അയച്ചു ചിലതിനെ അവൻ പുതിയതാക്കും. And he's going to even send an earthquake and create ഭൂകമ്പം അയച്ചവൻ മണ്ണിനെ പുതിയതാക്കി മാറ്റും. He's going to give an earthquake and turn the soil ഹല്ലേലൂയ. fertile വൻ and new. കാറ്റുകളെ അയച്ച് ഇന്ന് പകൽ ചിലതിനെ അവൻ അതിശയകരമായി മാറ്റി പുതിയതാക്കി മാറ്റി തന്റെ മൃദു ശബ്ദത്തെ കേൾപ്പിക്കുമാറാക്കും. He's going to send a stronger wind and turn certain things. And he's going to make you hear his fine voice. ഉറപ്പിന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഏലിയാവുമാരെ, ദൈവത്തിന് നിങ്ങളോട് എള്ളപ്പാട് പറയാനുണ്ട്. എന്റെ മൃദു ശബ്ദം നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. He has got something to tell you all, that his voice is going to come looking for you. നീ ഒരുവൻ മാത്രമേ ഉള്ളൂ. Even though he's the only one left out. ദൈവിക ആരാധനയ്ക്ക് നിൽക്കുന്ന ഒരു കുടുംബമേ ഉള്ളൂ. Maybe there's only one family there നീ worshiping ചില God. ഭൂകമ്പം കാണാൻ പോവുക. You are going to encounter certain നീ ചില earthquakes. തീ കാണാൻ പോവുകയാ. You are going to have certain fire. ഓ, നീ ചില വലിയ കൊടുങ്കാറ്റുകളെ കാണാൻ പോവുകയാണ്. You are going to encounter certain strong winds. ദൈവസഭയോട് ശക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ആ മൃദു ശബ്ദത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്തു വൻ കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാ. As you offer yourself to listen to his voice, he's going to have greater things. നിന്നെ ആകമാനം ഇളക്കി മാറ്റുന്ന ഇളക്കിയെടുക്കുന്ന ഒരു ദൈവശക്തിയുടെ അളവാക്കി പരിശുദ്ധയാത്മാവ് ഈ സഭായോഗത്തെ മാറ്റുകയാണ്. God is going to change this entire church gathering here into a greater thing. ആ കേട്ട മൃദു ശബ്ദം, And that small still voice that you ആ hear, കേട്ട മൃദു ശബ്ദം that small voice that you hear, ഇസബേലിനെ ഇളക്കിയെടുക്കാൻ ഏലിയാവിന് പര്യാപ്തമായിരുന്നു. that was capable of turning up Elijah to cheer up the നാഥാന്റെ crowd. മുന്തിരി തോട്ടത്തെ അവകാശം പറയാൻ
എഴുന്നേറ്റ ഇസബേലി ശക്തിക്ക് വിരോധമായി നിൽക്കാൻ ഏലിയാവിന് ആ ചെറിയ ശബ്ദം മതിയായിരുന്നു. That small voice was capable of empowering Elijah to face Jezebel. വേദപുസ്തക ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നത്. I believe you're able to follow me. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, As you're listening to me, ദൈവത്തിന്റെ മുന്തിരി തോട്ടത്തെ God's vineyard, നശിപ്പിക്കുവാൻ വേണ്ടി, whatever is planning to destroy, നശിപ്പിക്കുവാൻ വേണ്ടി to destroy it. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം The vineyard actually belongs to a person called നശിപ്പിക്കുവാൻ വേണ്ടി Naboth. But as they were planning to ഇസബേൽ destroy it, ഒരുത്തനെ ഇളക്കുക. so Jezebel is trying to just പോയി stir up someone. ചോയ്ച്ചോടാ കിട്ടും. She was just keep on pestering him, go and grab it. ആഹാബേ, അഭിഷേകത്തിന്റെ വില ഇന്ന് വരെ നീ അറിഞ്ഞിട്ടില്ല. But they had no idea about the power of anointing. അഭിഷേകത്തിന്റെ ചൂട് ഇന്ന് വരെ നീ അറിഞ്ഞിട്ടില്ല. They had no idea about the greatness of the anointing. ഇസബേലിന് അഭിഷേകത്തിന്റെ വെളിപ്പാട് മനസ്സിലാകത്തില്ല. But you may not understand what Jezebel അവൾക്ക് doesn't understand മനസ്സിലാകുന്നത് anointing. ജഡത്തിന്റെ ശക്തിയുടെ കാര്യങ്ങളാ. But she was able to understand only എന്നാൽ worldly things. ഏലിയാവ് ഇവിടെ നിൽക്കുന്നത് അഭിഷേകത്തിന്റെ ശക്തിയുമായിട്ടാ. As Elijah was standing there അഭിഷേകത്തിന്റെ with the power, ശക്തിയുമായിട്ടാ. with the anointing's power, റഭരജുഡബല വൈഡഗരഗശസി അന്തനാർബല വൈശസിയാനിയ. അഭിഷേകമുള്ളവരുടെ ശബ്ദത്തിന് മുന്നമേ ദൈവം സഞ്ചരിക്കുകയാണ് ഇന്ന് പകല്. this afternoon with your voice, the anointing, God is moving in front of you. അഭിഷേകമുള്ളവന്റെ വെളിപ്പാടിന് മുന്നമേ All the revelations of the anointed one, ദൈവത്തിന്റെ സൈന്യം, God's presence, ദൈവത്തിന്റെ സൈന്യം പുറപ്പെടുകയാ. God's army is walking before you. യേശുവിൻ നാമത്തിൽ. In the name of Jesus. ഹല്ലേലൂയ. മുന്തിരിത്തോട്ടത്തിന്റെ രുചി അറിയാത്ത, The one who has no idea about the vineyard. ചീരത്തോട്ടമാക്കണം അല്ലേ? ചീരത്തോട്ടം. Maybe you just don't know about that. Praise the Lord. ഒരൊറ്റ മൃദു ശബ്ദം മതി But one small voice, still voice is ഇസബേലിയ enough. പ്രവൃത്തികളെ കീഴ്മേൽ മറിക്കാൻ. But that was capable of twisting up all the plans of Jezebel. അങ്ങനെയൊന്ന് സംഭവിച്ചതുപോലെ And so what happened some way that way? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുകയാ, Holy Spirit is telling this afternoon. ഇവിടെ ഇരിക്കുന്ന ജനം, The people who are here, ഈ വിത്ത് പാറമേൽ വീണ വിത്തല്ല, this seed is not just falling on a rocky നല്ല place. നിലത്ത് വീണ വിത്താ. This is a seed which is planted in the good നല്ല soil. നിലത്ത് വീണ വിത്താ. This has been planted in a good soil. യേശുവിന്റെ നാമത്തില് In the name of Jesus. 100 മേനിയും It's going to be having 100 60 folds, 60 folds, 30 30 folds. കത്തിപ്പടരട്ടെ, It's going to be spreading up. കത്തിപ്പടരട്ടെ. It's going to be burning യേശുവിൻ brighter up. നാമത്തിൽ സംഭവിക്കുകയാ. It is happening in the name of Jesus. യേശുവിൻ നാമത്തിൽ സംഭവിക്കുകയാ. It is happening in the name of Jesus. ശബാരാ റാഭാല വൈഡഗരഗസിയ.